ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ഫിസിക്സിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, വളരെയധികം വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ ചാപ്റ്ററിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. ഓക്കെ ആണല്ലോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. മാക്സിമം NCERT ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിനെ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ. ഓക്കെ ആണല്ലോ. ഇത്രയും ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും, നിങ്ങൾ തറവാവും. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷനിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ, കാര്യങ്ങൾ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, അതേപോലത്തെ കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. ദെൻ മിറേഴ്സിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് മിറേഴ്സ് വരുന്നുണ്ട്. കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, ദെൻ മിറർ ഇക്വേഷൻ, നമുക്കൊരു മിറർ ഇക്വേഷൻ വരുന്നുണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ദെൻ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ റിഫ്രാക്ഷൻ, നമ്മുടെ സെക്കൻഡ് ടോപ്പിക്. ഈ റിഫ്രാക്ഷനിലും ഇത് സെയിം ആണ്. അപ്പോൾ ഇത് പഠിച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ കഴിയും. സെയിം ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്താണ്. അതുമാത്രം ടോപ്പിക്ക് മാത്രമേ മാറ്റുള്ളൂ. അതിലുള്ള ഐഡിയാസ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഓക്കെ ആണല്ലോ. റിഫ്രാക്ഷൻ ക്ലിയർ അല്ലേ? കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. മിററിന് പകരം ലെൻസ്. ഓക്കെ ആണല്ലോ. മിറർ ഇക്വേഷന് പകരം ലെൻസ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. മിറർ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇവിടെ ലെൻസ് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ ഇമേജ് ഫോർമേഷൻ ബൈ മിറർ, ഹിയർ ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസ്. ഓക്കെ ആണല്ലോ. ഇതിൽ ജസ്റ്റ് ഒരു ടേം കൂടി, ഒരു ടോപ്പിക് കൂടി അധികം വരുന്നുണ്ട്, പവർ ഓഫ് എ ലെൻസ്. സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മൊത്തം വരുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. മക്കളെ, വാട്ട് ഈസ് ലൈറ്റ്? നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കുന്നു. എന്താണ് ലൈറ്റ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്, അല്ലേ? യൂഷ്വലി നമുക്ക് സൺലൈറ്റ് ആണ് നമ്മളെ ലൈറ്റിൻ്റെ സോഴ്സ്. ഓക്കെ ആണല്ലോ. ഹിയർ ദ ലൈറ്റ് സോഴ്സ് ഈസ് ദിസ് ബൾബ്. ഓക്കെ, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊവൈഡ് സെൻസേഷൻ ഓഫ് വിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ, നമുക്കറിയുന്ന കാര്യം. ലൂമിനസ് ഒബ്ജക്ട്സ്, വാട്ട് യു മീൻ ബൈ ലൂമിനസ് ഒബ്ജക്റ്റ്? ഒബ്ജക്ട്സ് വിച്ച് ജനറേറ്റ് ദെയർ ഓൺ ലൈറ്റ്, അല്ലെ? സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണ് ലൂമിനസ് ഒബ്ജക്ട്സ്. നമ്മളിപ്പം ബൾബ് കണ്ടല്ലോ, അതൊക്കെ ലൂമിനസ് ഒബ്ജക്ട്സ് ആണ്. സണ്ണ് ലൂമിനസ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇല്ലുമിനേറ്റഡ് ഒബ്ജക്ട്സ്, വാട്ട് യു മീൻ ബൈ ഇല്ലുമിനേറ്റഡ് ഒബ്ജക്ട്സ്? സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അവർ വേറെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇപ്പം നമുക്കറിയാം മൂൺ, അല്ലേ? മൂണ് നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ? സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. സോ ഇല്ലുമിനേറ്റഡ് ഒബ്ജക്ട്സ് വിച്ച് റിഫ്ലക്ട്സ് ലൈറ്റ്, എക്സാമ്പിൾ മൂൺ. ഓക്കെ ആണല്ലോ. ലൈൻ ഓഫ് സൈറ്റ്, എ ലൈൻ ഫ്രം ആൻ ഒബ്ജക്റ്റ് ഓർ ഇമേജ് ടു യുവർ ഐസ്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, അല്ലേ? ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. നമ്മളത് +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള കാര്യം. അതിൽ കുറേ വേവ്സ് വരുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്കറിയുന്ന വേവ്സ് ആയിരിക്കും എക്സ്റേ, ദെൻ അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ് എക്സെട്ര. അങ്ങനെ കുറേ കുറേ വേവ്സ് വരുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരു വേവാണ് നമ്മുടെ ലൈറ്റ് വേവ്. ഓക്കെ ആണല്ലോ. യൂഷ്വലി ഇറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ and its speed has been measured to be equal to 3 × 10⁸ meter per second in air or vacuum. അതായത് മാക്സിമം സ്പീഡ്, ലൈറ്റിൻ്റെ മാക്സിമം സ്പീഡ് 3 × 10⁸ meter per second ആണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 lakh kilometer per second. 3 lakh kilometer per second മാക്സിമം ലൈറ്റിൻ്റെ സ്പീഡ് ഉണ്ടാവുക. വാക്വത്തിലാണ്. ലൈറ്റ് ഡസൻറ്റ് റിക്വയർ എനി മീഡിയം ടു പ്രൊപ്പഗേറ്റ്, അല്ലേ? ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം? മീഡിയം വേണം. ഓക്കെ ആണല്ലോ, നമുക്കറിയുന്ന കാര്യമാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ്, റിഫ്രാക്റ്റഡ്, ഡിഫ്രാക്റ്റഡ്, പോളറൈസ്ഡ് ആൻഡ് ഓൾസോ അണ്ടർഗോ ഇൻ്റർഫറൻസ്. എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മക്കളെ. നമ്മൾ ഈ 10th CBSEയിൽ പഠിക്കുന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ, ദെൻ റിഫ്രാക്ഷൻ, then dispersion,
ഡിസ്പേർഷൻ, സ്കാറ്ററിങ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ലൈറ്റിനെ പഠിക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ദെൻ ഡിസ്പേർഷൻ, സ്കാറ്ററിങ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. ഈ 4 ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലൈറ്റിനെ നമുക്കൊരു റേ ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. ലൈറ്റിൻ്റെ വേവ് നേച്ചർ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ 10th ലൈറ്റിനെ ഒരു റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ +2 പോകുമ്പം നമ്മൾ പറയും നമ്മൾ ലൈറ്റ് ഈസ് എ വേവ്. ലൈറ്റ് ഒരു വേവാണ്. ശരിയാണ്, ലൈറ്റ് ഒരു വേവുമാണ്, ലൈറ്റ് ഒരു റേയുമാണ്. പക്ഷെ 10th നമുക്ക് ലൈറ്റിൻ്റെ ഈ ഫിനോമിന പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ആവശ്യമില്ല? വേവ് കൺസെപ്റ്റ് ആവശ്യമില്ല, നമുക്ക് റേ കൺസെപ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ +2 വരുമ്പം നമ്മൾ പഠിക്കുന്ന ലൈറ്റിൻ്റെ ഫിനോമിനൻസ് ആണ്. ഒന്ന് ഡിഫ്രാക്ഷൻ, ദെൻ interference, then പോളറൈസേഷൻ. നമ്മൾ +2 പഠിക്കും, നിങ്ങളിപ്പോൾ ബോധർ ചെയ്യണ്ട. ഇത് 3 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലൈറ്റിൻ്റെ റേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ലൈറ്റിനെ വേവായിട്ട് അസ്യൂം ചെയ്യും. ലൈറ്റ് ഈസ് എ വേവ്. ഇനി നമ്മൾ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ലൈറ്റ് ഈസ് എ പാക്കറ്റ് ഓഫ് എനർജി, ഒരു എനർജി പാക്കറ്റ് ആണെന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ, എല്ലാം ശരിയാണ്. ഓക്കെ. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്പ് us ടു സീ ഒബ്ജക്ട്സ്. നമ്മൾ പറഞ്ഞു വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഒബ്ജക്റ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ ലൈറ്റ് ആൻഡ് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് അവർ ഐസ് ദെൻ വി സീ ദ ഒബ്ജക്ട്സ്. അല്ലേ, നമ്മൾ അങ്ങനെയാണല്ലോ ഒബ്ജക്ട്സിനെ കാണുന്നത്. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മുടെ സോഴ്സ് ഓഫ് ഒരു ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഇതവിടെ നമ്മൾ ലൈറ്റ് സോഴ്സ് അല്ലേ. ഈ ലൈറ്റ് സോഴ്സ് എന്നുള്ള റേസ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസിന് നമ്മുടെ കണ്ണിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇതെവിടെ നോക്കിക്കോളൂ. ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് അല്ലേ. ഒബ്ജക്റ്റിൽ നിന്നുള്ള സോഴ്സ് എന്നുള്ള ലൈറ്റ് റേസ് ഒബ്ജക്റ്റിൽ സ്ട്രൈക്ക് ചെയ്യും. ആ സ്ട്രൈക്ക് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് നമ്മളെ കണ്ണിൽ കാണും. ഓക്കെ. Light travels in a straight line. The common phenomena of light are formation of shadow, formation of image by mirrors and lenses, bending of light by medium, tingling of stars, formation of rainbow, etc. Okay, അത് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? Reflection of light is the phenomenon where light bounces back into the same medium after striking a surface. അതായത് ഒരു സർഫേസിൽ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് ഏത് മീഡിയത്തിൽ നിന്നാണോ ലൈറ്റ് വന്നത് ആ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഫിനോമിനൻ ആണ് എന്ത്? റിഫ്ലക്ഷൻ അല്ലേ. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടല്ലേ. ഇവിടുത്തെ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് എൻ്റെ മുകളിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യും. എൻ്റെ ബോഡി പാർട്സിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ആണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ക്യാമറ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത്. ക്ലിയർ? അതേപോലെയാണ് വാട്ട് ഈസ് ഡെഫിനിഷൻ? Reflection of light is the phenomenon where light bounces back into the same medium after striking a surface. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒരു സർഫേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സർഫേസ്. ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്തു. മക്കളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ എയറോ മാർക്ക് നിർബന്ധമാണ്. ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ എയറോ മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ലൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് റേ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയില്ല. ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകുന്നതെന്ന് അറിയില്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ എയറോ മാർക്ക് കൊടുക്കണം. സോ ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ്. ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. ഈ സർഫേസിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ? ഓൾ ഒബ്ജക്ട്സ് നോട്ട് ജസ്റ്റ് മിറേഴ്സ് റിഫ്ലക്റ്റ് ലൈറ്റ്. എല്ലാ ഒബ്ജക്ട്സും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. മിറർ റിഫ്ലക്ഷൻ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം അത് പോളിഷ്ഡ് സർഫേസ് അല്ലേ. മിറർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹൈലി സ്മൂത്ത് ആണ്, പോളിഷ്ഡ് സർഫേസ് ആണ്. അതിൻ്റെ റേറ്റ് ഓഫ് റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും മിററിൻ്റെ കേസിൽ.
All objects, not just mirrors, reflect light, which is why we can see them. Okay, the way light reflects depends on the surface. Surface in nature depend ചെയ്യും. Smooth surface ഞാൻ ഇപ്പോൾ പറഞ്ഞ like mirrors create a clear regular reflection. Surface smooth ആണെങ്കിൽ reflection regular ആയിരിക്കും. Okay, surface rough ആണെങ്കിൽ reflection irregular ആയിരിക്കും. While rough surface scatter the light in many direction, creating a diffused reflection. Reflection irregular ആയിരിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇതിപ്പം ഒരു സ്മൂത്ത് സർഫേസ് മിറർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യും, സോറി ഇൻസിഡൻറ്റ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, ഇൻസിഡൻറ്റ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, ഇൻസിഡൻറ്റ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്ഷൻസ് എല്ലാം യൂണിഫോം ആണല്ലോ, ക്ലിയർ, എല്ലാം പാരലായിട്ട് കാണുന്നുണ്ടല്ലോ. സർഫേസ് ഇറഗുലർ ആണെന്ന് വിചാരിച്ചോളൂ. സർഫേസ് ഇറഗുലർ ആണെങ്കിൽ ഈ റിഫ്ലക്ഷൻ യൂണിഫോം ആയിരിക്കില്ല. ലൈറ്റ് റേസ് ഒക്കെ യൂണിഫോം ആയിട്ടല്ല റിഫ്ലക്റ്റ് ചെയ്യുക, ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇറഗുലർ ആയിരിക്കും റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ ഹൈലി ഫോൾഡ് സർഫേസ് ലൈക്ക് മിറർ, മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് സെൻഡ് ബാക്ക് ഇൻ ടു ദി സെയിം മീഡിയം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്, bouncing back of light when light strikes on a surface. Bouncing back of light when light strikes on a surface. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോളൂ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിൽ വരുന്ന സബ് പോയിന്റ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഓക്കെ ആണല്ലോ, ഇൻസിഡൻറ്റ് റേ. ഇതിവിടെ നമ്മൾ ഇതാണല്ലോ നമ്മുടെ പ്ലെയിൻ മിററാണ്. ഇൻസിഡൻറ്റ് ചെയ്ത പോയിന്റ് നോക്കിക്കോളൂ. ഈ പോയിന്റിനെ നമ്മൾ പറയും പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വെച്ചിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഞാൻ പറയുന്നത് ഐഡിയ ശ്രദ്ധിക്കണേ. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാമല്ലോ, സർഫേസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ, വിച്ച് മേക്സ് എൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദ സർഫേസ്, അല്ലേ? സർഫേസുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കുമല്ലോ, ഇങ്ങനെ. ആൻഡ് ദിസ് ലൈൻ ഈസ് കോൾഡ് നോർമൽ. അതിനെ നമ്മൾ പറയും നോർമൽ. സോ ഹൗ മെനി നോർമൽസ് ക്യാൻ യു ഡ്രോ ഓൺ എ പോയിന്റ്? ഒരു പോയിന്റിൽ നമുക്ക് ഒരു നോർമലേ വരക്കാൻ പറ്റും. ഹൗ മെനി നോർമൽസ് ആർ ദർ ഇൻ എ സർഫേസ്? ഇൻഫൈനൈറ്റ് നോർമൽസ്, അല്ലേ? നമുക്ക് ഓരോ പോയിന്റിലും ഓരോ നോർമൽ ഉണ്ടാവും. ഒരു സർഫേസിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്ര പോയിന്റ്സിലും നോർമൽസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് റേ, ദിസ് ഈസ് നോർമൽ ആൻഡ് ദിസ് ഈസ് റിഫ്ലക്റ്റഡ് റേ. ശ്രദ്ധിക്കൂ, ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ, angle between incident ray and normal is called angle of incidence, represented by I, small letter I. Angle between incident ray and normal. ശ്രദ്ധിക്കൂ, ഇൻസിഡൻറ്റ് റേയും സർഫേസും മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല ഇൻസിഡൻറ്റ് റേയും നോർമലും. അപ്പം നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻസിഡൻറ്റ് റേയും സർഫേസും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? ഇത് ടോട്ടൽ 90 ആണല്ലോ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. സോ സിമിലർലി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ, ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ആർ. ഓക്കെ ആണല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ലോ വളരെ സിമ്പിളാണ്. I is equal to R. I is equal to R. Angle of incidence is equal to angle of reflection. Okay ആണല്ലോ? The angle of incidence is equal to angle of reflection. ഓക്കെ മക്കളെ, സെക്കൻഡ് ലോ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ബ്രൗൺ ആണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ ഈ ഗ്രീൻ വൺ ആണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ യെല്ലോ വൺ ആണ് നോർമൽ, സർഫേസുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നത്. ഈ ബ്ലൂ വൺ ആണ് റിഫ്ലക്റ്റഡ് റേ. ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ഇതെല്ലാം ഈ സർഫേസിലല്ലേ? ഓൾ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ഈ സർഫേസ് ഒരു പ്ലെയിൻ അല്ലേ? സോ ഇൻസിഡൻറ്റ് റേ നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. സിമ്പിൾ അല്ലേ? നോക്കിക്കോളൂ, ദ ഇൻസിഡൻറ്റ് റേ
reflected ray and normal to the mirror, normal at the point of incidence, all lie in the same plane. All lie in the same plane. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എല്ലാം ഈ പ്ലെയിനിലല്ലേ ഉള്ളത്. all lie in the same plane. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്ലെയിൻ മിറർ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡെയിലി നിങ്ങൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന മിറേഴ്സ് ആണ് പ്ലെയിൻ മിറേഴ്സ് അല്ലേ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ അറിയാം, എ മിറർ ഹാവിങ് സെയിം തിക്നെസ് ത്രൂ ഔട്ട് ദി സർഫേസ്. സർഫേസ് മൊത്തം തിക്നെസ് സെയിം ആണെങ്കിൽ ആ മിററിനെ നമ്മൾ പറയുന്നതാണ് പ്ലെയിൻ മിറർ. ഓക്കെ ആണല്ലോ. മിററിന് നമുക്ക് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഷെയ്ഡഡ് റീജിയൻ കോട്ടഡ് സർഫേസ് ആണ്. നിങ്ങൾ മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഭാഗത്തെ മിററിന് നമുക്ക് മുഖമൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. മറ്റേ സൈഡ് നമ്മളൊരു പെയിൻറ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ നമ്മൾ മുഖം നോക്കുന്ന ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഹിയർ ദിസ് ഈസ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പോൾ ലൈറ്റ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യേണ്ടത് റിഫ്ലക്റ്റിംഗ് സർഫേസിലാണ്. ഓക്കെ ആണല്ലോ. ദിസ് ഷെയ്ഡഡ് റീജിയൻ ഈസ് കോൾഡ് കോട്ടഡ് സർഫേസ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ കോട്ടഡ് സർഫേസ്, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്തു. ഒരു ഇമേജ് ഫോം ചെയ്യാൻ മിനിമം 2 ലൈറ്റ് റേസ് വേണം. ഇമേജ് ഫോം ചെയ്യാൻ മിനിമം നമുക്ക് 2 ലൈറ്റ് റേസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഇൻസിഡൻറ്റ് ചെയ്തു, ഹൈലി പോളിഷ്ഡ് ആണല്ലോ, അതുകൊണ്ട് റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. ലൈറ്റ് റേസ് റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഈ I=R എന്നുള്ള കണ്ടീഷനിലാണല്ലോ റിഫ്ലക്റ്റ് ചെയ്യുക. I=R എന്നുള്ള കണ്ടീഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒബ്സർവർ ഉള്ളത്. ഒബ്സർവർ പറഞ്ഞാൽ നമ്മൾ ഒബ്സർവേഴ്സ് ഐ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഐ. അപ്പം നമ്മൾ ഇമേജ് കാണുക ബിഹൈൻഡ് ദ മിററാണ്. മിററിൻ്റെ അതർ സൈഡിലാണ്, അതായത് മിററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇമേജ് കാണുക. ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടും. ഇത് ആക്ച്വലി ഫോം ചെയ്ത ഇമേജ് ആണോ? അല്ല. ആക്ച്വലി ഇമേജ് ഫോം ചെയ്തതാണോ? അല്ല. ഇത് ഇമേജ് നോട്ട് റിയൽ ആൻഡ് ഈസ് കോൾഡ് വെർച്വൽ. അതുകൊണ്ട് തന്നെ ഈ ഇമേജിനെ നമ്മൾ പറയുക വെർച്വൽ ഇമേജ്. വാട്ട് യു മീൻ ബൈ വെർച്വൽ ഇമേജ്? വെർച്വൽ ഇമേജ് ഈസ് എൻ ഇമേജ് വിച്ച് കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. നമുക്കൊരു സ്ക്രീനിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജ് കിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇമേജ് ഉണ്ടോ? ഉണ്ട്. ആ ഇമേജ് എന്താണ്? റിയൽ അല്ല, വെർച്വൽ ആണ്. ഓക്കെ ആണല്ലോ. വെർച്വൽ ആണെങ്കിൽ ശ്രദ്ധിക്കും മക്കളെ, വെർച്വൽ ആണെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ഇറക്റ്റ്? ഇറക്റ്റ് മീൻസ് സ്ട്രെയിറ്റ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ്. ശ്രദ്ധിക്കൂ, നമ്മൾ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക്സ്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക്സ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്പെക്ടക്കിൾസ് ഒക്കെ ഇല്ല, സ്പെക്ടക്കിൾസ് ഒക്കെ നമ്മൾ ആ ഷോപ്പിന് ഒപ്റ്റിക്കൽസ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഒപ്റ്റിക്സ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ്. ഓക്കെ, ഈ ഒപ്റ്റിക്സിൽ നമ്മൾ ചില ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമ്മൾ സ്ട്രെയിറ്റ് എന്നല്ല പറയുക, ഇറക്റ്റ് എന്ന് പറയുക. സ്ട്രെയിറ്റിന് പകരം നമ്മൾ ഇറക്റ്റ് എന്ന് പറയും. അതുപോലെ എൻലാർജ്ഡ് വലിയ ഇമേജസിന് നമ്മൾ മാഗ്നിഫൈഡ് എന്ന് പറയും. ചെറിയ ഇമേജസിന് നമ്മൾ സ്മോൾ എന്നല്ല പറയുക, ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ടേംസ് ഒന്ന് ഓർമ്മിച്ച് പോകുക. അപ്പം വെർച്വൽ ഇമേജും ഇറക്റ്റും. സോ ഇത് ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ ആണല്ലോ. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചോളൂ. ദ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇമേജ് ഈസ് ഇറക്റ്റ് മീൻസ് ഹിയർ ഇമേജ് ഈസ് വെർച്വൽ. അതെ, അത് രണ്ടും കൂടി നമ്മൾ ക്ലബ് ചെയ്ത് പറഞ്ഞു. ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ ദ ഇമേജ് ഈസ് സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്കറിയാം, നമ്മൾ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ നമ്മുടെ അതേ സൈസിലാണല്ലോ ഇമേജും ഫോം അവിടെ കാണുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒബ്ജക്റ്റ് സൈസ് ഈക്വൽ ടു ഇമേജ് സൈസ്. നിങ്ങൾ ഇത്ര എഴുതണ്ടോ, സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഇമേജ്. ഓക്കെ ആണല്ലോ. ദെൻ ദ ഇമേജ് ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അത് സിമ്പിളാണ് ഐഡിയ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ മിറർ എന്ന് കരുതിക്കോളൂ. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത്. ക്ലിയർ. ഈ ഒബ്ജക്റ്റിന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ യു എന്ന് വിളിക്കുന്നു. ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്.
ഇവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇമേജ്. ഈ മിററിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ വി എന്ന് പറയുന്നു, ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ യുവും വിയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഇമേജ്, വിച്ച് ഈസ് യു ഈക്വൽ ടു വി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഇമേജ്. ഓക്കെ ആണല്ലോ. ദ ഇമേജ് ഈസ് വെർച്വൽ പറഞ്ഞു. ദ ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ഈ പോയിന്റ് ഓർമ്മിച്ച് നോക്കണം. നിങ്ങൾ സിമ്പിളാണ് കാര്യം. നിങ്ങളിപ്പോൾ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മിററിൽ നിങ്ങളെ ഇമേജ് റൈറ്റ് ഹാൻഡ് റേസ് ചെയ്യുന്ന പോലെ തോന്നും. This property is called lateral inversion, and so the image is laterally inverted. Image is laterally inverted. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ. അപ്പോൾ ഈ 4 പോയിന്റ്സ് മക്കളെ ഒന്ന് ഓർമ്മിച്ച് നോക്കണേ. 4 പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഡയറക്റ്റ്. അത് കൾബ് ചെയ്ത് എഴുതുന്നു. ദ ഇമേജ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഇമേജ്. ദെൻ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഇമേജ്. ദെൻ ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്പെറിക്കൽ മിറേഴ്സ്. അല്ലേ, നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പ്ലെയിൻ മിററാണ്. തിക്നെസ് സെയിം ആണ് സർഫേസിൽ മൊത്തം. ഇങ്ങനത്തെ തിക്നെസ് സെയിം അല്ലാത്ത മിറേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സ് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. സ്പെറിക്കൽ മിറേഴ്സ്. Spherical mirror is a curved mirror which is a part of a hollow sphere. Spherical mirrors are of two types. They are concave mirror and convex mirror. നോട്ട് ശ്രദ്ധിച്ചു. A mirror becomes a part of a sphere. ഒരു സ്പിയറിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പം ഈ ഇതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം എ മിറർ whose reflective surface is curved. A mirror whose reflective surface is curved is called a സ്പെറിക്കൽ മിറർ. ഓക്കെ ആണല്ലോ. ആ കേർവേച്ചർ നമുക്ക് ചിലപ്പോൾ നമുക്ക് റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഔട്ട്വാർഡ്സ് ആയിരിക്കും, അല്ലെ റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഇൻവേർഡ്സ് ആയിരിക്കും. എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ഇപ്പം നോക്കിക്കോളൂ. ഇവിടെ ഞാൻ ഷെയ്ഡ് പുറത്ത് ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റിഫ്ലക്റ്റീവ് സർഫേസ് ഏതാണ്? ഇതല്ലേ, ഉള്ളിലത്തെ അല്ലേ? ഉള്ളിലത്തത് എങ്ങോട്ടാണ്? കേർവേച്ചർ എങ്ങോട്ടാണ്? കേർവ്ഡ് ഇൻവേർഡ്സ്. ഓക്കെ ആണല്ലോ. If the reflective surface is curved inwards, it is called curved inwards. If the reflecting surface is curved inwards, it is called concave mirror. Reflecting surface curved inwards ആണെങ്കിൽ നമ്മൾ അതിനെ concave mirror എന്ന് പറയും. സിമ്പിൾ ആണല്ലോ. ഇനി നോക്കിക്കോളൂ. ഞാൻ ഇതിന് സെയിം ഈ ആർക്ക് തന്നെ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നു, ഉൾവശത്ത് ഷെയ്ഡ് ചെയ്യുന്നു. ഇപ്പോൾ റിഫ്ലക്റ്റീവ് സർഫേസ് പുറമേ അല്ലേ ഉള്ളത്. ഇതെങ്ങോട്ടാണ് കേർവേച്ചർ? കേർവ്ഡ് ഔട്ട്വാർഡ്സ് അല്ലേ? കേർവ്ഡ് ഔട്ട്വാർഡ്സ്. Curved outwards. Then such a type of mirrors is called convex mirror. Such a type of mirrors are called convex mirrors. Okay ആണല്ലോ. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കിക്കോളൂ. Concave mirror is a spherical mirror whose reflecting surface is curved inwards. റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഇൻവേർഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൺകേവ് മിറർ എന്ന് പറയും. ദെൻ റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഔട്ട്വാർഡ്സ് ആണെങ്കിൽ റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഇൻവേർഡ്സ് അല്ല, കേർവ്ഡ് ഔട്ട്വാർഡ്സ്. കേർവ്ഡ് ഔട്ട്വാർഡ്സ് ആണെങ്കിൽ റിഫ്ലക്റ്റീവ് സർഫേസ് ഈസ് കേർവ്ഡ് ഔട്ട്വാർഡ്സ്. കേർവ്ഡ് ഔട്ട്വാർഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൺവെക്സ് മിറർ എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു മിറർ. ഒരു മിററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കോളൂ. ഇത് ഏത് ടൈപ്പ് ഓഫ് മിററാണ്? അല്ലെ, ഇത് റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഔട്ട്വാർഡ്സ് അല്ലേ? ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ. സോ റിഫ്ലക്റ്റീവ് സർഫേസ് കേർവ്ഡ് ഔട്ട്വാർഡ്സ് ആണ്. ഇത് നമ്മുടെ കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, ഹിയർ reflecting surface is curved inwards. Okay, ഇതല്ലേ നമ്മുടെ കോട്ടഡ് സർഫേസ്. സോ റിഫ്ലക്റ്റീവ് സർഫേസ് is curved inwards. ഇത് നമ്മുടെ കോൺകേവ് മിറർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, എ മിറർ ബിക്കംസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ഓക്കെ, എ മിറർ ബിക്കംസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ മക്കളെ. ആ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. എ മിറർ ബിക്കംസ് പാർട്ട് ഓഫ് എ സ്പിയർ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ സി. ദെൻ അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ആൻഡ് ദാറ്റ് റേഡിയസ് ഈസ് കോൾഡ്
റേഡിയസ് ഓഫ് കർവേച്ചർ. സിമ്പിളാണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ ആണല്ലോ. ദെൻ മിഡ് പോയിന്റ് ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കോൾഡ് പോൾ. മിഡ് പോയിന്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫേസ്, മിഡ് പോയിന്റ് ഓഫ് reflecting surface, midpoint of reflecting surface is called pole. Then the line joining the center of curvature and pole, ഈ പോളിനെ, ഇതല്ലേ നമ്മുടെ പോൾ, ഈ പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കൂടി ജോയിൻ ചെയ്ത് നമ്മൾ വരക്കുന്ന ലൈനാണ് മക്കളെ, ഇറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ PAL ആണ്, PLE എന്ന് എഴുതരുത്, പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്, ചീഫ് ആക്സിസ്, മേജർ ആക്സിസ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. ലിസൺ ഹിയർ, ഇത് നമ്മുടെ ഏത് മിററാണ്? കോൺകേവ് അല്ലേ? കോൺകേവ് ആണ്. നമ്മുടെ ഷെയ്ഡിങ് എവിടെയാണ്? ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഈസ് പോൾ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ സ്പിയർ. ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് ഏകദേശം ഇവിടെ സെൻറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം, സി. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കൂടി കണക്ട് ചെയ്യുന്ന ലൈനാണ് എന്ത് മക്കളെ? എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. സോ ദിസ് ഈസ് അവർ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ. ഇനി സാർ പറയാൻ ശ്രദ്ധിക്കൂ, ലൈറ്റ് റേസ് വിച്ച് ആർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള ലൈറ്റ് റേസ്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഗോസ് ത്രൂ എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഇതവിടെ നോക്കിക്കോളൂ, താഴത്തേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൂടിയല്ലേ പാസ് ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് ദിസ് പോയിന്റ് ഈസ് കോൾഡ്, എറോ മാർക്ക് നിർബന്ധമാണ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് കോൾഡ്, ആ പാസ് ചെയ്തു പോകുന്ന പോയിന്റിനാണ് നമ്മൾ പറയുക പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ് പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ്. സിംപ്ലി ഫോക്കസ്, ക്യാപിറ്റൽ ലെറ്റർ F. And this focus is actually forming, so it is real. This focus is real. ഏത് ഫോക്കസ്? കോൺകേവ് മിററിൻ്റെ ഫോക്കസ് റിയൽ ആയിരിക്കും. കോൺകേവ് മിററിൻ്റെ ഫോക്കസ് റിയൽ. ശ്രദ്ധിച്ചോളൂ. റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ കോൺകേവ് മിറർ മീറ്റ് അറ്റ് എ പോയിന്റ്. മീറ്റ് ചെയ്യുന്നതാണ് കൺവേർജ് ചെയ്യുക and on the principal axis, and this point is called principal focus. അതുകൊണ്ട് തന്നെ this concave mirror is also called converging mirror. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺകേവ് മിററിനെ കൺവേർജിങ് മിറർ എന്നുകൂടി പറയും. ശ്രദ്ധിക്കണേ, കോൺകേവ് മിറർ ഈസ് ഓൾസോ കോൾഡ് കൺവേർജിങ് മിറർ ആൻഡ് ദ ഫോക്കസ് ഈസ് റിയൽ. ഈ ഫോക്കസ് എന്തായിരിക്കും? റിയൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. ഫോക്കസ് റിയൽ ആയിരിക്കും. ഓക്കെ, കോൺകേവ് മിറർ. ദെൻ നെക്സ്റ്റ് കോൺവെക്സ് മിറർ. ഇതാ നോക്കിക്കോളൂ, ഇതല്ലേ നമ്മുടെ കോൺവെക്സ് മിറർ. ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ, ഇതാണ് നമ്മുടെ പോള്, ഇതാണ് ഫോക്കസ്. ദെൻ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ എന്ന് വിചാരിച്ചോളൂ, ഇവിടെയാണ് സെൻറ്റർ എന്ന് വിചാരിച്ചോളൂ. ക്ലിയർ? ദെൻ ലൈറ്റ് റേസ് വിച്ച് ആർ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഇതല്ലേ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഫോക്കസിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈറ്റ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജ് ചെയ്യുക. ഇവിടെ കൺവേർജ് ചെയ്യല്ലേ ചെയ്തത്, ഇത് നേരെ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ. ഡൈവേർജ് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡൈവേർജ് ചെയ്ത് പോകും. ഈ ഡൈവേർജ് പോകുന്ന, അതായത് റിഫ്ലക്റ്റഡ് റേസിനെ നമ്മൾ പുറകോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ യു എക്സ്റ്റെൻഡ് ദീസ് റിഫ്ലക്റ്റഡ് റേസ്, അതായത് റിഫ്ലക്ഷന് ശേഷമുള്ള ലൈറ്റ് റേസിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, യു ക്യാൻ സി ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആർ കമ്മിങ് ഫ്രം എ പോയിന്റ്. ഇറ്റ് അപ്പിയർ ടു കം ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. നോക്കിക്കോളൂ അല്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇല്ലേ റിഫ്ലക്റ്റഡ് റേസ് ഒക്കെ? ഈ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇല്ലേ? The reflected rays appear to start from a point. അത് ആക്ച്വലി ഉണ്ടോ? ഇല്ല, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്താണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഫോക്കസ് എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. ഐഡിയ ക്ലിയർ ആണല്ലോ. കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കസ് വെർച്വൽ. The reflected rays appear to start from a point on the
പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഈസ് ബിഹൈൻഡ് ദ മിറർ അല്ലേ, മിററിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, ബിഹൈൻഡ് ദ മിറർ അല്ലേ. ഓക്കെ ആണല്ലോ, ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും. സോ നോക്കിക്കോളൂ. Rays of light parallel to the principal axis after reflection from a convex mirror get diverged and appear to come from a point behind the mirror, and this point is called focus of a convex mirror, and is virtual. That is why a convex mirror is also called diverging mirror. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺവെക്സ് മിററിനെ ഡൈവേർജിങ് മിറർ എന്നും കൂടി പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡൈവേർജിങ് മിറർ. ഓക്കെ ആണല്ലോ മക്കളെ. ഇൻ ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ് വി ഹാവ് 2 കാറ്റഗറി ഓഫ് മിറേഴ്സ് അല്ലേ. നമുക്കറിയാം, നമുക്ക് കോൺവെക്സ് മിറേഴ്സും ഉണ്ട്, കോൺകേവ് മിറേഴ്സും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇമേജ് ഫോർമേഷൻ വരുമ്പോൾ നമുക്കതിന് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കോൺകേവ് മിറർ, ദെൻ കോൺവെക്സ് മിറർ. ഇതിൽ കോൺകേവ് മിറർ ആണ് റിയൽ ഇമേജസ് ഫോം ചെയ്യുക. കോൺകേവ് മിറർ ഫോംസ് റിയൽ ഇമേജസ് എക്സെപ്റ്റ് 1 കേസ്. ഒരു കേസ് ഒഴികെ ഞാനത് പറയാം ഏതാണെന്ന്. കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം വെർച്വൽ ഇമേജസ്. ഓക്കെ, ഈ കോൺകേവ് മിററിൽ നമുക്ക് 6 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. കോൺവെക്സ് മിറേഴ്സിൽ നമുക്ക് വെറും 2 കണ്ടീഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് 6 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതല്ലേ നമ്മുടെ കോൺകേവ് മിറർ. And this is our principal axis, pole, center of curvature, in the middle focus. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ദിസ് ഈസ് അവർ ഫസ്റ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. സെക്കൻഡ് കണ്ടീഷൻ എവിടെയാ വെച്ചാൽ ഒബ്ജക്റ്റ് ബിയോണ്ട് സി, സിക്കപ്പുറം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഓക്കെ ആണല്ലോ. ദെൻ തേർഡ് കണ്ടീഷൻ ഒബ്ജക്റ്റ് അറ്റ് സി. ഒബ്ജക്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിൽ വെക്കുകയാണ്. ഓക്കെ, ഒബ്ജക്റ്റ് അറ്റ് സി. ദെൻ ഫോർത്ത് വൺ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ ആണല്ലോ. ദെൻ ഫിഫ്ത്ത് വൺ ഒബ്ജക്റ്റ് അറ്റ് എഫ് അല്ലേ. ഒബ്ജക്റ്റ് നമ്മൾ എഫിൽ വെക്കും. ഒബ്ജക്റ്റ് അറ്റ് എഫ്. ദെൻ സിക്സ്ത് വൺ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ ഈ 6 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ള. റേ ഡയഗ്രാം വരച്ച് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, കോൺവെക്സ് മിറേഴ്സിൽ നിങ്ങൾക്കറിയാം, കോൺവെക്സ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ സെൻറ്റർ ഓഫ് കർവേച്ചറും നമ്മൾ പോളും അല്ലേ ഫോക്കസൊക്കെ അതർ സൈഡിലാണ്. ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ്മെന്റ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. അപ്പം നമുക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുന്ന 2 കണ്ടീഷനേ ഉള്ളൂ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വരുന്ന ലൈറ്റ് റേസ് പാരലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്, എവിടെയോ ആണ്. ലൈറ്റ് റേസ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സെക്കൻഡ് വൺ ഒബ്ജക്റ്റ് നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ഈ 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. 2ലും വെർച്വൽ ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റേ ഡയഗ്രത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, നിങ്ങൾക്കറിയാം നമുക്ക് കോൺകേവ് മിററിൽ 6 കണ്ടീഷൻസ് ആണുള്ളത് അല്ലേ. കോൺകേവ് മിറേഴ്സിൽ നമുക്ക് 6 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഒബ്ജക്റ്റ് ബിയോണ്ട് സി. Okay, and the third condition is object at C.
Okay, object at C. And the fourth one is object between C and F. Okay ആണല്ലോ. And the fifth one is object at F. Okay, and the last one is sixth one is object between F and P. Object between F and P. These are the 6 conditions. Okay ആണല്ലോ. ഇനിയാണ് നമ്മുടെ ട്രിക്ക്. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 6th വണ്ണിനെ മാത്രം ജസ്റ്റ് ഒന്ന് അവിടെ മാറ്റി വെക്കുക. 6th വണ്ണിനെ മാത്രം മാറ്റി വെക്കുക. എന്തിനാണെന്ന് ഞാൻ പറയാം. ഇനി ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും നമ്മൾ 5. 5th വൺ വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും 5. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് ഇറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ഇമേജ് ഫോം ചെയ്യുക എഫിലായിരിക്കും. ക്ലിയർ? ആൻഡ് 5th വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് വൺ. അതായത് ഒബ്ജക്റ്റ് അറ്റ് എഫ് ആണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. വൈസ് വേഴ്സ. അതായത് 1ൻ്റെ ആൻസർ 5, 5ൻ്റെ ആൻസർ 1. ശ്രദ്ധിച്ചോളൂ. ഇനി 2ൻ്റെ ആൻസർ 4 ആയിരിക്കും. ഇതേപോലെ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. അതേപോലെ 4ൻ്റെ ആൻസർ 2 ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഇമേജ് എവിടെയായിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും. ക്ലിയർ ആണല്ലോ പറയുന്നത്? ഇനി ഒരെണ്ണം മാത്രമല്ല ബാക്കിയുള്ളൂ. അതിൻ്റെ ആൻസർ അതന്നെ. ഒബ്ജക്റ്റ് അറ്റ് സിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് സി തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അതായത് നമ്മൾ 6 കണ്ടീഷൻസ് എഴുതി 6th വൺ മാത്രം മാറ്റി വെച്ചു. ഇനി 1ൻ്റെ ആൻസർ 5, 5ൻ്റെ ആൻസർ 1, 2ൻ്റെ ആൻസർ 4, 4ൻ്റെ ആൻസർ 2, 3ൻ്റെ ആൻസർ 3 തന്നെ. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? ഇനി നമ്മൾ മാറ്റി വെച്ച ഒരെണ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അപ്പോൾ ആദ്യത്തെ 5 കണ്ടീഷൻ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ലാസ്റ്റ് വൺ നമ്മൾ മാറ്റി വെച്ചത് മാത്രം വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ആൻസർ നമ്മൾ പഠിച്ചു. ഇനി വരക്കാൻ എളുപ്പമല്ലേ? നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കോൺകേവ് മിററിൽ നമുക്ക് 2 കണ്ടീഷൻസേ ഉള്ളൂ. കോൺകേവ് മിററിൽ ഫസ്റ്റ് വൺ രണ്ടും വെർച്വൽ ആണ്. ഏത് കണ്ടീഷനായാലും കോൺകേവ് മിററിൽ ഇമേജ് വെർച്വൽ ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. second one object between infinity and focus. Object between infinity and infinity and pole. ഇതിൽ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇമേജ് എവിടെയായിരിക്കും? ഇമേജ് അറ്റ് ഫോക്കസ്, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ആണെങ്കിൽ നമുക്കൊരു ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടും ഓൺ ദി ബിഹൈൻഡ് ദ മിറർ. ഡിമിനിഷ്ഡ്. സിമ്പിൾ ട്രിക്ക് അല്ലേ? വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, സിമ്പിളായിട്ട് റേ ഡയഗ്രാം വരക്കാമല്ലോ. നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. അതായത് ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെച്ചാൽ ഇമേജ് ഇവിടെ കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. നമുക്ക് എളുപ്പത്തിൽ റേ ഡയഗ്രാം വരക്കാൻ പറ്റും. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഒരു കോൺകേവ് മിററിൻ്റെ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ? വരക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺകേവ് മിറർ വരക്കും. ദിസ് ഈസ് അവർ കോൺകേവ് മിറർ. വി ഹാവ് ടു ഡ്രോ ദി പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഈസ് അവർ പോൾ ആൻഡ് ദിസ് ഈസ് അവർ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ സി പിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യും. നമുക്ക് ആൻസർ അറിയാം എവിടെയാണ് കിട്ടേണ്ടത്. അറ്റ് ഇൻഫിനിറ്റി വെച്ചാൽ ഫോക്കസ് കിട്ടണം. ഓക്കെ ആണല്ലോ? ദെൻ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് ത്രൂ ഫോക്കസ്. ക്ലിയർ ആണല്ലോ? കൺസിഡർ വൺ മോർ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഗോസ് ത്രൂ ഫോക്കസ്. റിഫ്ലക്ഷന് ശേഷം വരുന്ന ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫോക്കസ്. സോ ഇമേജ് ഈസ് അറ്റ് ഫോക്കസ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇമേജ് ഈസ് അറ്റ് ഫോക്കസ്. ഫോക്കസിൽ നമുക്കൊരു പോയിന്റ് ഒരു കുത്തു പോലെയല്ലേ നമുക്ക് ഇമേജ് കിട്ടുന്നുള്ളൂ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ്? Image is point sized or highly diminished, or we can say highly diminished. These images actually, light rays are actually meeting, so this image is real and inverted. Simple ആണല്ലോ? വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോളൂ.
കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഒബ്ജക്റ്റ് ബിയോണ്ട് സി, സിക്ക് അപ്പറാണ്. ഓക്കെ ആണല്ലോ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോയി. വി നീഡ് വൺ മോർ ലൈറ്റ് റേ. സപ്പോസ് എ ലൈറ്റ് റേ ഗോസ് ത്രൂ ഫോക്കസ്. നമുക്കറിയാം എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടേണ്ടത്. ഇമേജ് കിട്ടേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ഇതിനടക്കം അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടു, അതിലേക്ക് ലൈറ്റ് റേ കൊണ്ടുവന്നു. സിമ്പിൾ. ഇപ്പോൾ റിഫ്ലക്ഷന് ശേഷമുള്ള ലൈറ്റ് റേ ഇതും ഇത് സ്ട്രൈറ്റ് ആയിരിക്കണേ. റിഫ്ലക്ഷന് ശേഷമുള്ള ലൈറ്റ് റേ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താ, സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ഇമേജ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒബ്ജക്റ്റ് എന്താണ്, വലുതല്ലേ, ഇമേജ് ചെറുതല്ലേ, ഓക്കെ അല്ലേ? സോ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. ദെൻ റിയൽ ഇൻവേർട്ടഡ്. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ആൻസർ അറിയാം, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ദെൻ തേർഡ് വൺ, ഒബ്ജക്റ്റ് അറ്റ് സി. ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി. ഓക്കെ ആണല്ലോ. പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഒബ്ജക്റ്റ് സി. ഇമേജ് കിട്ടുന്നത് സി തന്നെയാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. നമുക്ക് ഇവിടെ ഏകദേശം ഇവിടെയായിട്ട് ഇമേജ് കിട്ടണം. അപ്പം നമ്മൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇമേജ് കിട്ടും. ഇതാ വളരെ സിമ്പിളല്ലേ? സിയിൽ വെച്ചാൽ സി തന്നെ കിട്ടും. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി. പ്രോപ്പർട്ടീസ് രണ്ട് സെയിം കാണാൻ പറ്റില്ല, സെയിം സൈസ് അല്ലേ? അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് സെയിം സൈസ്, റിയൽ ഇൻവേർട്ടഡ്. ഓക്കെ ആണല്ലോ. ദെൻ ഫോർത്ത് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. ഓക്കെ ആണല്ലോ. സി എഫ് പി. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഫോക്കസിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് മാഗ്നിഫൈഡ് ഒരു ഇമേജ് കിട്ടും. ബിയോണ്ട് സി നമുക്ക് ആൻസർ അറിയാം. സോ ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. ഇറ്റ് ഈസ് മാഗ്നിഫൈഡ് ഓർ എൻലാർജ്ഡ്. മാഗ്നിഫൈഡ്, റിയൽ ഇൻവേർട്ടഡ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസ്. ഇമേജ് എവിടെയാ? അറ്റ് ഇൻഫിനിറ്റി അല്ലേ? 5ൻ്റെ ആൻസർ 1 അല്ലേ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. പി സി എഫ്. ഒബ്ജക്റ്റ് എഫിലാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ളത് ഫോക്കസിലേക്ക് കൂടി പോകും. ഇവിടെ നമുക്ക് ഫോക്കസിലേക്ക് കൂടി പോകുന്ന വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് സിയിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ വരക്കും. അത് രണ്ടും എല്ലാ ലൈറ്റ് റേയും പാരലായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറോ മാർക്ക് കാണിക്കണം. ഇത് ഇങ്ങോട്ട് പോയാലും പാരലായിരിക്കും, ഇങ്ങോട്ട് പോയാലും പാരലായിരിക്കും. അപ്പോൾ ഇമേജ് എവിടെയാണ്? ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. Suppose if we get an image at infinity, that image will be real, inverted and highly magnified. Last condition, sixth condition, object between F and P. Object between F and P. Okay ആണല്ലോ. Mirror, principal axis, pole, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ ആണല്ലോ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. സിക്സ്ത് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് അവർ കോൺകേവ് മിറർ. പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഓക്കെ ആണല്ലോ. സിയിലേക്ക് കൂടിയുള്ള ലൈറ്റ് റേ എറോ മാർക്ക് ശ്രദ്ധിക്കുക.
നോൺ പാരലായിരിക്കും, പാരലായിരിക്കില്ല. സോ വെൻ വി എക്സ്റ്റെൻഡ് ദീസ് ലൈറ്റ് റേസ് we get a virtual image here behind the mirror. So position of image behind the mirror, it is virtual, erect and magnified. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് ആൻസർ ഓൾറെഡി അറിയാം, നമ്മൾ വളരെ എളുപ്പത്തിൽ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, കോൺവെക്സ് മിറേഴ്സിന്റെ കേസിൽ നമുക്ക് 2 കണ്ടീഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? കോൺവെക്സ് മിറർ. ഓക്കെ, അതിൽ നമുക്ക് 2 കണ്ടീഷനാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. സെക്കൻഡ് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് അവർ കോൺവെക്സ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, and this is our center of curvature, focus and pole. Here the object is at infinity, so light ray is parallel to the principal axis. After reflection, diverges. When you extend these light rays, it appears to start from a point on the focus. Similarly, consider one more light ray. It appears to start from focus. So you get a virtual image at focus. So image is virtual, erect. And what about the size? Size is highly diminished. Okay ആണല്ലോ? Then where is the image formed? Image is formed at F, at focus. Okay, simple ആണല്ലോ? Then second one നോക്കിക്കോളൂ. Object between infinity and pole. Convex mirror, principal axis, center of curvature, focus, pole. This is our object. Light ray is parallel to principal axis. After reflection, diverges. Consider light ray passing through center of curvature. So here we get a virtual image between focus and pole. So position of image is between F and P. Okay, what about its properties? Virtual, erect and diminished. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ ആണല്ലോ? ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി യൂസസ് ഓഫ് ദി സ്പെറിക്കൽ മിറേഴ്സ്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉണ്ടല്ലോ, 2ന്റെ യൂസസ് നോക്കാം. Then first one, uses of concave mirrors. Concave mirrors are used in torches, searchlights and headlights, etc. They are used in torches, searchlights, headlights of vehicles, etc. to get parallel beam of light. Okay, they are used as shaving mirrors. Then they are used by dentists to see large images of teeth. മുന്നേ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, a mirror which is used by dentist to get a clear image of teeth. Identify the mirror എന്ന് പറഞ്ഞിട്ട്. Okay, അപ്പോൾ ശ്രദ്ധിച്ചോളണേ. Then large concave mirrors are used to concentrate sunlight to produce heat in solar furnaces. large concave mirrors നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ യൂസസ് ഒന്ന് ശ്രദ്ധിക്കണേ. They are used in concave mirrors are used in torch, searchlight, vehicle headlights, etc. They are used in shaving mirrors. They are used by dentists to see large image of teeth, etc. Okay, they are used in solar furnaces. Okay ആണല്ലോ? നെക്സ്റ്റ് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മുടെ റിയർ വ്യൂ മിറർ ആണ് വെഹിക്കിൾസിലെ. കോൺവെക്സ് മിറേഴ്സ് ആണ് നമ്മൾ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് നോക്കണേ. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ബിക്കോസ് കോൺവെക്സ് മിറേഴ്സ് ഗിവ് ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ്. അല്ലെ, നമുക്കറിയാം എപ്പോഴും കോൺവെക്സ് മിറേഴ്സ് ഫോം ചെയ്യുന്ന ഇമേജസ് എന്തായിരിക്കും? വെർച്വലും ഇറക്റ്റും ആയിരിക്കും. ഓക്കെ ആണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്.
ഓൾസോ ഡിമിനിഷ്ഡ് ഇമേജ് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞ കോൺവെക്സ് മിറേഴ്സിൽ നമ്മൾ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ അല്ലെ, കോൺവെക്സ് മിറേഴ്സിൽ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോളിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരുന്നു? ഡിമിനിഷ്ഡ് ആയിരുന്നു അല്ലെ, ഡിമിനിഷ്ഡ് ആയിരുന്നു, വെർച്വൽ ആയിരുന്നു, ദെൻ ഇറക്റ്റ് ആയിരുന്നു. ആ കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ആയിരിക്കും, നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ റിയർ വ്യൂ വെഹിക്കിൾസ് ഒക്കെ ആ പൊസിഷനിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? വെർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഓൾസോ വി ഗെറ്റ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. ഓർമ്മിച്ച് നോക്കണേ, നമുക്ക് വലിയൊരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് റിയർ വ്യൂ മിററിൽ നിന്ന് പുറകിലത്തെ റോഡ് മൊത്തം കാണാൻ പറ്റും അല്ലെ. സോ വി ഗെറ്റ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. ഈ 2 പോയിന്റ് നിങ്ങൾ എക്സാമിന് എഴുതണം. വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം വെർച്വൽ erect images or diminished images. Virtual erect diminished image. Also we get a wider field of view. Okay. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഈ കോൺവെക്സ് മിറേഴ്സ് ഈസ് യൂസ്ഡ് ആസ് ടു ചെക്ക് തെഫ്റ്റ് ഇൻ ഷോപ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ CCTV ഒക്കെ ഇപ്പോൾ വന്നതല്ലേ, അതിനു മുന്നേ നമ്മൾ ഈ ഷോപ്സിലൊക്കെ മിറേഴ്സ് വെച്ചിട്ടുണ്ടാവും. പല പൊസിഷൻസിൽ ഒരു ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ മറ്റുള്ളവർ എന്തെങ്കിലും തെഫ്റ്റോ മോഷ്ടിക്കുന്ന പ്രവണതയുള്ളവർക്കൊക്കെ അവരൊന്ന് സെക്യൂരിറ്റി മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ദേ ആർ യൂസ്ഡ് ആസ് ഇതൊന്ന് ഓർമ്മിച്ച് നോക്കണേ മക്കളെ, ദേ ആർ യൂസ്ഡ് ആസ് സെക്യൂരിറ്റി മിറേഴ്സ് ഇൻ ഷോപ്സ്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചെക്ക് തെഫ്റ്റ് ഇൻ ഷോപ്സ്. ഓക്കെ, ഇപ്പൊ ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ഓക്കെ മക്കളെ, അടുത്ത നമ്മൾ നോക്കുന്നത് മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുല. ഓക്കെ, മിറർ ഫോർമുല ഈസ് എ ഫോർമുല വിച്ച് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് എന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ. Then image distance V. What is image distance? It is a distance between image and mirror. Okay ആണല്ലോ. And focal length. ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്തും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മിറർ ഇക്വേഷൻ. ആൻഡ് ദ ഇക്വേഷൻ ഈസ് സിമ്പിൾ ആണ്. 1/f is equal to 1/v plus 1/u. 1/f is equal to 1/v plus 1/u. പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ്. ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, മാഗ്നിഫിക്കേഷൻ ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇപ്പം വെർച്വൽ ആണെങ്കിൽ സ്ട്രേറ്റ് തന്നെ ആയിരിക്കും. അപ്പം ഇമേജ് ഇപ്പൊ വലുതാണ്, ഈ നമ്മൾ ഒബ്ജക്റ്റ് ചെറുതാണ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണല്ലോ. ക്ലിയർ ആണല്ലോ. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇവിടെ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേ നമ്മൾ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് m is equal to hi by ho. m is equal to hi by ho അല്ലെ, h dash by h എന്നൊക്കെ പറയും നമ്മൾ. ക്ലിയർ ആണല്ലോ. ഈ മാഗ്നിഫിക്കേഷൻ നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസിനും ടേംസിലും കൂടി പറയാം. മാഗ്നിഫിക്കേഷൻ m is equal to -v by u. മാഗ്നിഫിക്കേഷൻ m is equal to -v by u. എങ്ങനെയാണ് മൈനസ് വന്നതെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളെ മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ m is equal to h dash by h or -v by u. ഓർമ്മിച്ച് നോക്കണേ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ മക്കളെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നു, റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ, ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ മീഡിയം ചേഞ്ച് ചെയ്യണം. മീഡിയം ചേഞ്ച് ചെയ്യണം. അത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ റിഫ്ലക്ഷൻ, ഇപ്പൊ ഞാൻ ഒരു ലൈറ്റ് റേ നമ്മളെ ഈ മിററിൽ തട്ടി തിരിച്ചു വരുന്നു. ക്ലിയർ അല്ലേ? അവിടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. എയറിൽ തന്നെ ലൈറ്റ് റേ എയറിന്ന് പാസ് ചെയ്തു, എന്ത് ഒബ്ജക്റ്റിൽ തട്ടി അല്ലെ, തിരിച്ചു വരുന്നതല്ലേ. അപ്പൊ എയറിലേക്ക് തന്നെയാണല്ലോ തിരിച്ചു വരുന്നത്. അവിടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ്. മീഡിയം ചേഞ്ച് ചെയ്യുന്ന കേസിലാണ് നമുക്ക് ഏത് പ്രോപ്പർട്ടി വരുന്നത്?
refraction. Medium changes. So refraction takes place only when medium changes. Medium change ചെയ്യുമ്പോഴാണ് നമുക്ക് റിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം നമ്മളൊരു ഗ്ലാസ് വാട്ടർ, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ വാട്ടർ വെച്ചിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പെന്നോ ഒരു സ്കെയിലോ മറ്റോ നിങ്ങളൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സർഫേസിൽ നിന്ന് ഈ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച ആ പെന്നിനോ അല്ലെങ്കിൽ ആ സ്കെയിലിനോ ഒരു ബെൻഡിങ് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടാകും. ഓക്കെ, നമുക്ക് എന്താണെന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിഫ്ലക്ഷൻ നടക്കും, ഞാൻ മുന്നേ പറഞ്ഞിട്ടായിരുന്നു, റിഫ്ലക്ഷൻ നടക്കുന്ന കേസിൽ ദർ ഈസ് നോ ചേഞ്ച് ഫോർ സ്പീഡ്, ദെൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ്റെ കേസിൽ ഇതിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സ്പീഡ് റിമെയിൻ സെയിം, വേവ് ലെങ്ത്തും സെയിം ആയിരിക്കും, ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും റിഫ്ലക്ഷൻ്റെ കേസിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിഫ്രാക്ഷൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, വേവ് ലെങ്ത് മാത്രമേ അൺചേഞ്ച്ഡ് ആവുള്ളൂ. വേവ് ലെങ്ത് റിമെയിൻസ് അൺചേഞ്ച്ഡ്. വേവ് ലെങ്ത് മാറില്ല, സ്പീഡ് മാറും. ലൈറ്റിൻ്റെ സ്പീഡ് മാറും, സ്പീഡ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും. അത് മീഡിയത്തിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിരിക്കും. നമ്മൾ എന്താണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയുന്ന ഒരു പോയിന്റ് കൂടി ശ്രദ്ധിച്ചോളൂ. നമുക്കിവിടെ നമ്മൾ മീഡിയം സാധാരണ യൂസ് ചെയ്യുന്ന മീഡിയം നമുക്ക് കാണണ്ടേ അല്ലെ, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത 4 മീഡിയംസ് ആണ് പ്രധാനപ്പെട്ട: എയർ, വാട്ടർ, ഓർമ്മിച്ച് നോക്കണേ, ദെൻ ഗ്ലാസ്, then diamond. These are the 4 mediums we take consideration. നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 മീഡിയംസ് ആണ് ഏതൊക്കെ? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഓക്കെ ആണ്. പറഞ്ഞല്ലോ, റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മീഡിയം ചേഞ്ച് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ നോക്കിക്കോളൂ, വെൻ ലൈറ്റ് ട്രാവൽസ് ഒബ്ലീക്ക് ഇൻസിഡൻസിലെ നമുക്ക് റിഫ്രാക്ഷൻ നടക്കുള്ളൂ. എന്താന്ന് പറയാം. ഓക്കെ, ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇൻ ടു അനദർ ഇറ്റ് ഗെറ്റ്സ് ബെൻഡ്. അതിൻ്റെ പാത്തിൽ എന്തുണ്ടാവും? ഒരു ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ആ ലൈറ്റിന്റെ ബെൻഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് പറയാം, ഇതാണ് നമ്മുടെ, ഇതിന് താഴെ വാട്ടറാണ്, ഇവിടെ എയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലൈറ്റ് റേ എയറിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇതല്ലേ ഇത് രണ്ട് സർഫേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ 2 മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫേസ് AB ആണല്ലോ. ഈ സർഫേസിൽ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ മീഡിയം ചേഞ്ച് ഇല്ലെങ്കിൽ ലൈറ്റ് എങ്ങനെയാ പോകേണ്ടത്? ഇറ്റ് ഫോളോസ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ എന്ത് സംഭവിക്കുന്ന അറിയാം മക്കളോ? ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട ലൈറ്റ് റേ കുറച്ചൊന്നും എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഈ ഫിനോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ. ക്ലിയർ? So what is refraction? It is the phenomenon of deviation in the path of light when light travels from one medium to another medium obliquely. When light travels from one medium to another medium obliquely. ഇനി എങ്ങനെ ഡീവിയേറ്റ്, വൈ ദിസ് ഡീവിയേഷൻ, ഇത് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഇത് ഡീവിയേഷൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അടുത്ത പറയാൻ പോവാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഇപ്പം ഇതല്ലേ നമ്മുടെ നോർമൽ, ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലെ നോർമൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതല്ലേ നോർമൽ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കോളൂ. അപ്പം നമ്മൾ 2 മീഡിയം കൺസിഡർ ചെയ്യുമ്പം ഒരു മീഡിയത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലെ, മറ്റേ മീഡിയത്തിന് ഡെൻസിറ്റി കുറവായിരിക്കും. ആ ഓർഡർ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് എയറും വാട്ടറും ആണല്ലോ. ഇവിടെ എയറിന് ഡെൻസിറ്റി കുറവാണ്. എയറിന് ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞത് നമ്മൾ കമ്പയർ ചെയ്യുന്ന 4 മീഡിയത്തിലും ഡെൻസിറ്റി ഏറ്റവും കുറവ് എയറിനാണ്. അതുകൊണ്ട് നമ്മൾ എയറിനെ റെയറർ മീഡിയം എന്ന് പറയും. റെയറർ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നമ്മൾ എന്ത് പറയും? ഡെൻസിറ്റി. വെൻ യു കമ്പയർ 2 മീഡിയത്തിന്റെ പ്ലൂറലാണ് മീഡിയ. വെൻ യു കമ്പയർ 2 മീഡിയ,
A medium having low density is called rarer, R-A-R-E-R, rarer medium, and a medium having high density is called denser. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തത് എയറും വാട്ടറിനെ അല്ലേ, അപ്പൊ എയർ റെയർ ആണ്, വാട്ടർ ഡെൻസർ ആണ്. ഇനി നോക്കിക്കോളൂ, ഈ ലൈറ്റ് റേ റെയറിന്ന് ഡെൻസറിലേക്കല്ലേ ട്രാവൽ ചെയ്യുന്നത്, റെയറിന്ന് ഡെൻസറിലേക്കല്ലേ മക്കളെ ട്രാവൽ ചെയ്യുന്നത്. റെയറിന്ന് ഡെൻസറിലേക്ക് ട്രാവൽ ചെയ്യുമ്പം നോക്കിക്കോളൂ, ഇതല്ലേ നമ്മുടെ നോർമലി ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് വരും. ഇതാണ് കൺസെപ്റ്റ്. When light ray travels from rarer medium to denser medium, it bend towards normal. Bend towards normal. നോർമലിന്റെ അടുത്തേക്ക് വരും. ഓർമ്മിച്ച് നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ലൈറ്റ് റേ റെയറിന്ന് ഡെൻസറിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഇറ്റ് ബെൻഡ് ടുവാർഡ്സ് നോർമൽ. നോർമലിന്റെ അടുത്തേക്ക് വരും. ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഇതല്ലേ നമ്മുടെ നോർമൽ, ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ദിസ് ഈസ് അവർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് മുകളിലുള്ളത് റെയറർ ആണ്, താഴെയുള്ളത് ഡെൻസർ മീഡിയം ആണ്. ഇവിടെ നമുക്ക് ഇപ്പം മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ലൈറ്റ് റേ ഇങ്ങനെ പാത്ത് ഫോളോ ചെയ്യേണ്ടതാണ് അല്ലേ. മീഡിയം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ബെൻഡ് ടുവാർഡ്സ് നോർമൽ. കണ്ടോ, ഇതല്ലേ നമ്മുടെ നോർമൽ, നോർമലിന്റെ അടുത്തേക്ക് വന്നു, ബെൻഡ് ടുവാർഡ്സ് നോർമൽ. ഇനി നേരെ ഓപ്പോസിറ്റ് കേസോ നോക്കിക്കോളൂ, ഇവിടെ മുകളിൽ ഡെൻസർ ആണ്, താഴെ എന്താണ്, റെയറർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്. ദിസ് ഈസ് ഇൻസിഡന്റ് റേ അല്ലെ. ഇതിങ്ങനെയാണ് പോകേണ്ടത് മീഡിയം ചേഞ്ച് ഇല്ലെങ്കിൽ. ബട്ട് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മീഡിയം ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. നോർമൽ നിന്ന് അവേ, ബെൻഡ് അവേ ഫ്രം നോർമൽ. ഓക്കെ ആണല്ലോ. പറയൂ, നമ്മൾ ഡെൻസർ എന്ന് when light travels from denser to rarer to bend away from normal. Bend away from normal. ഇതാണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഓർമ്മിച്ച് വെച്ചാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ബെൻഡ് ടുവാർഡ്സ് നോർമൽ, ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ബെൻഡ് അവേ ഫ്രം നോർമൽ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമ്മൾ ഒരു ഗ്ലാസിന്റെ പീസാണ് കൺസിഡർ ചെയ്യുന്നത്. ഗ്ലാസ് പീസ്. ദിസ് ഈസ് അവർ ഗ്ലാസ് പീസ്. ലെറ്റ് ഇറ്റ് ബി ABCD. നമുക്കിതിനെ ABCD എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മുടെ മുകളിലത്തെ മീഡിയം എയർ അല്ലേ, ഇവിടെ മീഡിയം ഗ്ലാസ് ആണ്, ദെൻ താഴെ പിന്നെയും എയർ. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ലൈറ്റ് ഇതാ ഒബ്ലീക്ക് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു. ദിസ് ഈസ് അവർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇതിങ്ങനെയാണ് ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത് അല്ലേ. ബട്ട് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദിസ് മീഡിയം ഗ്ലാസ് ഇറ്റ് ബെൻഡ് ടുവാർഡ്സ് നോർമൽ. നോർമലിലേക്ക് ബെൻഡ് ചെയ്തു. ക്ലിയർ അല്ലേ. ദെൻ ഇവിടെ ഗ്ലാസ് ആണ്, താഴെ എയർ ആണ് അല്ലേ. അപ്പം ഇത് നമ്മുടെ മുകളിൽ റെയറർ ആണ്, ഇവിടെ ഡെൻസർ ആണ്. ഓക്കെ, ഇവിടെ താഴെ പിന്നെയും എന്തായി, റെയറർ. അപ്പൊ ഇതെന്ത് ചെയ്യും, ഡെൻസർ ടു റെയറർ അല്ലേ, ബെൻഡ് അവേ ഫ്രം നോർമൽ. അതായത് മക്കൾ നിങ്ങൾ നോക്കിയേ, ഇത് ഇങ്ങനെ മീഡിയം ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ഇവിടെ വന്നു അല്ലേ, ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു, ഇങ്ങനെയാ പോകുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ പോകേണ്ട ലൈറ്റ് റേ ബെൻഡ് ചെയ്ത് പോകുന്നു. ഈ ഫിനോമിനയാണ് എന്ത്, റിഫ്രാക്ഷൻ. സിമ്പിൾ അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഈ പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ പറയും ആംഗിൾ ഓഫ് എമർജൻസ്. അതായത് പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേ, ഗ്ലാസ് പീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് റേ നമ്മൾ എമർജന്റ് റേ എന്ന് പറയും. എമർജന്റ് റേ, ദിസ് എമർജന്റ് റേ മേക്സ് എൻ ആംഗിൾ വിത്ത് നോർമൽ. എമർജന്റ് റേ നോർമലുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യും. ആ ആംഗിളിനെ നമ്മൾ പറയും ആംഗിൾ ഓഫ് എമർജൻസ്. ആംഗിൾ ഓഫ് എമർജൻസ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതല്ലേ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യൂ. ഇതല്ലേ നമ്മൾ ആംഗിൾ ഓഫ് എമർജൻസ്. ഈ ആംഗിൾ ഓഫ് എമർജൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിൽ, ആംഗിൾ ഓഫ് എമർജൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസും, അതായത് ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ലാറ്ററൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. ലാറ്ററൽ ഷിഫ്റ്റ്.
the lateral displacement, lateral shift എന്ന് പറയും. അത് ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ അടുത്ത് എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ പഠിച്ചത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. മക്കളെ ഫസ്റ്റ് ലോ നോക്കിക്കോളൂ. ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, normal to the interface of true transparent media at the point of incidence all lie in the same plane അല്ലേ? ഇവിടെ നോക്കിക്കോളൂ. ഇത് ആണ് നമ്മുടെ സർഫേസ്, അതായത് രണ്ട് മീഡിയത്തിനും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി. ഇതല്ലേ നമ്മുടെ ഇൻസിഡന്റ് റേ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് റിഫ്രാക്റ്റഡ് റേ അല്ലെ? ഇതല്ലേ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗണ്ടറിയാണ് എ ബി. സോ ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ at the point of incidence to the interface of two transparent media, to the interface of two transparent media all lies in the same plane. എല്ലാം ഈ ഒരു പ്ലെയിനിലല്ലേ ഉള്ളത്? എല്ലാം ഈ ഒരു XY പ്ലെയിനിലല്ലേ? ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും എല്ലാം ഒരു പ്ലെയിനിലാണുള്ളത്. ഓക്കെ ആണ്, സിമ്പിൾ അല്ലേ? അടുത്ത ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ ഐ to the ratio of sine of angle of refraction, to the ratio of sine of angle of refraction is a constant, is a constant. മക്കളെ ഈ ലോക്ക് ഒരു പേരുണ്ട്, ഓർമ്മിച്ച് വെക്കണേ. സ്നെൽസ് ലോ. സ്നെൽസ് ലോ. ദിസ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n/1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് പറയുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും നമ്മൾ പറയാം രണ്ട് മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ടാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം. വേറൊരു മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ പറയാം. ഇവിടെ നോക്കിക്കോളൂ, n/2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഓക്കെ ആണല്ലോ. n/2 എന്ന് പറഞ്ഞാലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ്. NGW എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അതായത് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ. എപ്പോഴും നമ്മൾ രണ്ട് മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ടാ പറയാം. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് നോക്കാൻ പോകുന്നത്. ദ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതായത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ നമ്മൾ ഒരു മീഡിയത്തിന്റെ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പൊ നമ്മൾ 1 എന്ന് പറയുന്നത്. അതാണ് നമ്മളെ എല്ലാത്തിൻ്റെയും ബേസ്. നമ്മളൊരു എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാത്തിനും പറയുന്നത്. അത് 1 അല്ലേ? അപ്പൊ കമ്പയർ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇപ്പൊ ഞാൻ പറയുന്നു 2.4. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 2.4 എന്ന് പറയുന്നു. കുറെ ഗ്ലാസ് ഉണ്ട്, ക്രൗൺ ഗ്ലാസ്, അങ്ങനെ കുറെ ഗ്ലാസ് ഉണ്ട്. അത് ഡിഫറെന്റ് ആണ്. അതിന്റെ അർത്ഥം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും നമ്മൾ വേറൊരു മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ടാണല്ലോ പറയാ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് ലൈറ്റിന്റെ സ്പീഡിന്റെ ടേംസിലും എഴുതാൻ പറ്റും, ലൈറ്റിന്റെ സ്പീഡിന്റെ ടേംസിലും എഴുതാൻ പറ്റും. ഇപ്പൊ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ n/2 എന്ന് പറഞ്ഞാൽ n2/n1 ആണ്. which means refractive index of second medium with respect to first medium means refractive index of second medium divided by refractive index of first medium. ഇനി ഇതേപോലെയാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എയർ ഓർ വാക്വത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ഓർ വാക്വം. ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ ഓർ വാക്വത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചോളൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. ഐഡിയ ക്ലിയർ ആയോ? NGA എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ which is equal to refractive index of glass by refractive index of air. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കും.
ഇത് തന്നെ നമുക്ക് എന്തിൻ്റെ ടേംസിലും എഴുതാം, ലൈറ്റിന്റെ വെലോസിറ്റി ടേംസിലും എഴുതാം. ക്ലിയർ ആയ? ഇപ്പോൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമുക്കറിയാം 3 × 10⁸ ആണല്ലോ, 3 × 10⁸ ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. അതാണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. n=c/v. n=c/v. അത് ലൈറ്റിന്റെ സ്പീഡിന്റെ ടേംസിലാണ് c/v. ഇത് ഞാൻ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേമിലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേമിൽ ng/n, ലൈറ്റിന്റെ സ്പീഡിന്റെ ടേമിൽ c/v, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന 4 ട്രാൻസ്പെറന്റ് മീഡിയം എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇതിൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് എയറിനാണ്. അതായത് ഏറ്റവും റെയർ എയർ ആണ്, ദെൻ വാട്ടർ ആണ്, ദെൻ ഗ്ലാസ് ആണ്, ഏറ്റവും ഡെൻസിറ്റി കൂടുതലാണ് ഡയമണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഇപ്പൊ എയറും വാട്ടറും കമ്പയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാം. എയർ റെയറും വാട്ടർ ഡെൻസറുമാണ്. വാട്ടറും ഗ്ലാസും കമ്പയർ ചെയ്യുന്നു, വാട്ടർ റെയർ ആണ്, ഗ്ലാസ് ഡെൻസർ ആണ്. എയറും ഗ്ലാസും കമ്പയർ ചെയ്യുമ്പോൾ എയർ റെയർ ആണ്, ഗ്ലാസ് ഡെൻസർ ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വി ഹാവ് 4 ട്രാൻസ്പെറന്റ് മീഡിയ: എയർ, വാട്ടർ, ഗ്ലാസ്, ദെൻ ഡയമണ്ട്. ഓക്കെ ആണല്ലോ? ഇതിൽ എയർ ആണ് റെയർ, ഡയമണ്ട് ആണ് ഡെൻസർ. ഓക്കെ ആണല്ലോ? ഈ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. നമ്മൾ അതുകൊണ്ട് എയറിനെ കമ്പയർ റേറ്റ് ആണല്ലോ പറയുന്നത്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത് എയറിനെ കമ്പയർ റേറ്റ് ആണ്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണേ. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. ഗ്ലാസിന് നമുക്ക് പല ടൈപ്പ് ഓഫ് ഗ്ലാസസ് ഉണ്ട്. ക്രൗൺ ഗ്ലാസ് ഉണ്ട്, നോർമൽ ഗ്ലാസ് ഉണ്ട്, ടെമ്പേർഡ് ഗ്ലാസ്, അങ്ങനെ കുറേ ഗ്ലാസസ് ഉണ്ട്. ഈ ഗ്ലാസ്സിൽ നമുക്ക് 1.5 to 1.8 ഒക്കെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ചില ടൈപ്പ് ഗ്ലാസസിന് 2 ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42 ആണ്. ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഓക്കെ ആണല്ലോ? നിങ്ങൾ എയറും വാട്ടറും എങ്കിലും ബൈ ഹാർട്ട് പഠിക്കണം. എയറിന്റെ നമുക്കറിയാം 1 ആണ്, വാട്ടറിന്റെ 1.33 ആണ്. ഗ്ലാസ് പല ടൈപ്പ് ഉണ്ട്, 1.5, 1.8, 2. ദെൻ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതായത് റെയർ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും, ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറവായിരിക്കും. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം. ലൈറ്റിന്റെ സ്പീഡ് എന്തായിരിക്കും? റെയർ മീഡിയത്തിൽ മാക്സിമം. ഇതിലോ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മിനിമം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം, N12 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം എന്നാണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും സ്പീഡിന്റെ ടേംസിൽ. സ്പീഡ് ഓഫ് ലൈറ്റ് in medium 2 divided by speed of light in medium 1. Speed of light in medium 1. അതായത് 1, 2 ലാസ്റ്റ് വരുന്നത് ന്യൂമറേറ്ററിലും ഫസ്റ്റ് വരുന്നത് ഡിനോമിനേറ്ററിലും. ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, NG=. നമുക്ക് എങ്ങനെ സ്പീഡിന്റെ ടേംസിൽ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് എഴുതാമല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേംസിൽ. ഓക്കെ ആണല്ലോ? ഇനി സ്പീഡിന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? NG= പറഞ്ഞോളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് വരുന്നത് ന്യൂമറേറ്ററിൽ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ
സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. മക്കളെ ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Next we are going to discuss about spherical lenses. Okay, as you know there are two types of lenses, convex lenses and concave lenses. So what you say spherical lens? A spherical lens is a transparent material bounded by two surfaces. A spherical lens is a transparent material bounded by two spherical surfaces. One or both of which are spherical. Okay, അത് ഒന്ന് ചിലപ്പോൾ രണ്ട് സർഫേസും സ്പെറിക്കൽ ആയിരിക്കും, ചിലപ്പോൾ ഒരു സർഫേസ് മാത്രമേ സ്പെറിക്കൽ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, spherical lenses are of mainly two types. They are convex lenses and concave lenses. Okay, what is convex lens? ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. Convex lens പറഞ്ഞാൽ if both the reflecting surfaces are curved outwards. അല്ലെ, ഒരു ലെൻസിന് രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ടാവും. ഒരു മിററിന് ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് അല്ലേ ഉണ്ടാവുള്ളൂ, മറ്റേ സർഫേസ് കോട്ടഡ് അല്ലേ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് എ ലെൻസ് ഇറ്റ് ഹാസ് ടു റിഫ്ലക്റ്റിംഗ് സർഫേസസ്. ഇത് ലൈറ്റ് റേസിന് ഇപ്പൊ ഈ ഭാഗത്തുനിന്നും വരാം, ഈ ഭാഗത്തുനിന്നും വരാം. ഓക്കെ ആണല്ലോ. ഇഫ് ബോത്ത് ദ റിഫ്ലക്റ്റിംഗ് സർഫേസസ് ആർ കർവ്ഡ് ഔട്ട്വാർഡ്സ് ഇറ്റ് ഈസ് കോൾഡ് എ കോൺവെക്സ് ലെൻസ് ആൻഡ് ഇറ്റ് ഈസ് തിക്കർ ഇൻ മിഡിൽ ആൻഡ് തിന്നർ അറ്റ് എഡ്ജസ്. ഓക്കെ, convex lens is thicker in the middle and thinner at the edges. ഓക്കെ ആണല്ലോ. ദെൻ വാട്ട് ഈസ് എ കോൺകേവ് ലെൻസ്? കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെയാണ്, തിൻ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് എഡ്ജസ് ആണ്. ഓക്കെ ആണല്ലോ. ഓർ ദ റിഫ്ലക്റ്റിംഗ് സർഫേസസ് ആർ കർവ്ഡ് ഇൻവേർഡ്സ്. റിഫ്ലക്റ്റിംഗ് സർഫേസസ് ആർ കർവ്ഡ് ഇൻവേർഡ്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് കോൺകേവ് ലെൻസ്, ഇതാണ് കോൺവെക്സ് ലെൻസ്. സോ വാട്ട് ഈസ് എ കോൺകേവ് ലെൻസ്? ഇറ്റ് ഈസ് തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദി എഡ്ജസ്. ഓർ വി ക്യാൻ സേ if the reflecting surfaces are curved inwards. Okay ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോളൂ. Rays of light parallel to the principal axis after refraction passes through a particular point on the principal axis. ഇതല്ലേ നമ്മുടെ ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഓക്കെ ആണല്ലോ. ഇപ്പം ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ്, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൂടി പാസ് ചെയ്യും. ഇത് നോക്കിക്കോളൂ. Consider one more light ray after refraction passes through a particular point. This light ray also after refraction passes through a particular point. This light ray also after refraction passes through this point. So all the light rays meet at a point and this point is called focus. നമ്മൾ മിറർ പഠിച്ചുകൊണ്ട് എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. And this focus is real. Focus is real. And the distance between this focus and this center of the mirror, it is called optic center of the lens, and is called optic center, and this distance is called focal length. Simple ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ ആണല്ലോ. So since the light rays parallel to principal axis after refraction converges, this lens is also called converging lens. Converging lens. ഓക്കെ ആണല്ലോ. നമ്മൾ മിററിന്റെ കേസിൽ കോൺകേവ് മിറർ ആണ് കൺവേർജിങ്. ലെൻസിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആകുന്നുണ്ടോ. ലെൻസിൽ കോൺവെക്സ് ലെൻസ് കൺവേർജിങ്, മിററിൽ കോൺകേവ് കൺവേർജിങ്, ലെൻസിൽ കോൺവെക്സ് കൺവേർജിങ്. ഓക്കെ ആണല്ലോ. ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് ലെൻസ്, light rays which are parallel to the principal axis, this is our principal axis, light rays which are parallel to the principal axis after refraction diverge ചെയ്തു. ഓക്കെ ആണല്ലോ. After refraction diverges. And these diverged light rays or refracted light rays appear to start from a point. On the principal axis, and this virtual point is called focus, and this point is called focus. Same side ലായിരിക്കും, ഇത് opposite ലായിരിക്കും. ഓക്കെ ആണല്ലോ. So what about the focus? Here the focus is virtual in the case of concave lens. ഓക്കെ ആണല്ലോ. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കസ് വെർച്വൽ ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കസ് റിയൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് സിൻസ് ദ ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ്, ദിസ് ലെൻസ് ഈസ് ഓൾസോ കോൾഡ് ഡൈവേർജിങ് ലെൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക മക്കളെ. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും സിമിലർ ആണ്. സിമിലർലി കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും സിമിലർ ആണ്. ഓക്കെ ആണല്ലോ. സം ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു ലെൻസ്.
ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ടേംസ് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് നമുക്കൊരു കോൺകേവ് ലെൻസ് കൺസിഡർ ചെയ്യാം. കോൺകേവ് ലെൻസ്. ഓക്കെ, ഇതല്ലേ നമ്മുടെ കോൺകേവ് ലെൻസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹിയർ എ ലെൻസ് ബിക്കംസ് പാർട്ട് ഓഫ് ടു സ്പിയേഴ്സ്. എ ലെൻസ് ബിക്കം പാർട്ട് ഓഫ് ടു സ്പിയേഴ്സ്. ഓക്കെ ആണല്ലോ, രണ്ട് സ്പിയറിന്റെ പാർട്ടായിട്ട് വരും. ഓക്കെ ആണല്ലോ. ആൻഡ് ദ സെന്റർ ഓഫ് ദി സ്പിയേഴ്സ് ഈസ് കോൾഡ് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് C1 and C2. And the radius of the corresponding spheres are called radius of curvatures R1 and R2. And the midpoint of the lens is called optic center. മിററിൽ പോളാണ്, ലെൻസിൽ ഒപ്റ്റിക് സെന്റർ ആണ്. ഓക്കെ ആണല്ലോ. ദ ലൈൻ ജോയിനിങ് ടു സെന്റർ ഓഫ് കർവേച്ചർ ത്രൂ ഒപ്റ്റിക് സെന്റർ. ദ ലൈൻ ജോയിനിങ് ടു സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ത്രൂ ഒപ്റ്റിക് സെന്റർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ അറിയുന്ന ടെക്നിക്കൽ ടേംസ്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഒരു ഇമേജ് ഫോർമേഷൻ നമുക്ക് മിനിമം 2 ലൈറ്റ് റേസ് വേണം. ഓക്കെ ആണല്ലോ. ലെൻസിന്റെ കേസിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പം ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ദെൻ ഇവിടെ മിഡിലാണ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് വരും F1. നിങ്ങളൊരു 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്റർ എടുത്ത് വരക്കുക. ഓക്കെ ആണല്ലോ. ഇതേ ലെങ്ത് ഒന്നുകൂടി എടുക്കുക, അതായത് ഇതിന്റെ ഡബിൾ. അത് എത്രയായിരിക്കും? 2F1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ നിങ്ങൾ 4 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 8 സെന്റിമീറ്ററിലായിരിക്കും 2F1. ഓക്കെ. ദെൻ ഹിയർ F2. ഹിയർ 2F2. അപ്പോൾ ഇവിടെ നമ്മൾ F1 2F1, F2 2F2 എന്നാണ് എടുക്കുന്നത്. മിററിൽ എന്തായിരുന്നു? CFP അല്ലെ, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, അതിന്റെ മിഡിൽ ഫോക്കസ്, ദെൻ ഒപ്റ്റിക് സെന്റർ. ഇവിടെ F1 2F1, F2 2F2. ഓക്കെ ആണല്ലോ. പിന്നെ ഒപ്റ്റിക് സെന്റർ. ഓക്കെ ആണല്ലോ ഐഡിയ. നമ്മൾ കുറച്ച് റൂൾസ് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് റൂൾ, ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്, this is our principal axis, optic center F1 2F1, F2 2F2. Light rays which are parallel to principal axis after refraction goes through focus. Convex lensil, concave lensil diverge ചെയ്യല്ലേ ചെയ്യുക, നമ്മൾ പറഞ്ഞതാണല്ലോ. Then in the case of concave lens, light rays which are parallel to principal axis after refraction diverges. It appears to start from a point on the principal axis and is called focus. Okay ആണല്ലോ, നമ്മൾ പറഞ്ഞതാണ്. Then ഇതിന്റെ കൺവേഴ്സ്, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ലൈറ്റ് റേസ് which passes through optic center, light rays which passes through focus. ഇനി സെക്കൻഡ് ലോ നോക്കിക്കോളൂ. ഇതിന്റെ നേരെ കൺവേഴ്സ് ആണ് ലൈറ്റ് റേസ് വിച്ച് പാസസ് ത്രൂ ഫോക്കസ്. ലൈറ്റ് റേസ് വിച്ച് പാസസ് ത്രൂ ഫോക്കസ്, ഫോക്കസിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ. മിററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഇൻ ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ്, സപ്പോസ് എ ലൈറ്റ് റേ ഗോസ് ത്രൂ ഫോക്കസ്, നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്ക് ഗോസ് ഫോക്കസിന് പാരലായിട്ട് ഫോക്കസിലേക്ക് കൂടി പോവാം. ഈ ഫോക്കസിലേക്ക് കൂടിയല്ല, ഈ ഫോക്കസിലേക്ക് കൂടി പോകുമ്പോൾ ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്. ഓക്കെ ആണല്ലോ. Then there is no deviation for the light ray which goes through optic center. നമ്മൾ മിററിൽ പറഞ്ഞത് there is no deviation for the light ray which goes through center of curvature, it returns back along the same path. ഇവിടെ റിട്ടേൺ ചെയ്യല്ലേ, ഇവിടെ റിഫ്രാക്ട് ചെയ്യല്ലേ. അപ്പം ഇത് ഒപ്റ്റിക് സെന്ററിലെ കൂടി തന്നെ തിരിച്ചു പോകും. സോറി, ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി തന്നെ പോകും. ഡീവിയേഷൻ ഉണ്ടാവില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. കോൺകേവ് ലെൻസിന്റെ കേസിലും ഡീവിയേഷൻ ഉണ്ടാവില്ല. We are going to discuss about image formation by
കോൺവെക്സ് ലെൻസ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഫോക്കസ് റിയൽ ആണെന്ന്. അപ്പം ഈ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജസ് റിയൽ ആയിരിക്കും എക്സെപ്റ്റ് വൺ കണ്ടീഷൻ. അതായത് നിങ്ങൾ കോൺകേവ് മിററുമായിട്ട് കമ്പയർ ചെയ്യുക. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും സിമിലർ ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പം കോൺകേവ് മിററിൽ നമ്മൾ 6 കണ്ടീഷൻസ് പഠിച്ചില്ലേ, അതേപോലെ കോൺവെക്സ് ലെൻസിൽ നമുക്ക് 6 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ വെക്സ് മിററിൽ 2 കണ്ടീഷൻ പഠിച്ചില്ലേ, ഇവിടെ നമുക്ക് കോൺകേവ് ലെൻസിലും 2 കണ്ടീഷൻ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് മിനിമം ലൈറ്റ് റേ ഒരു ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി മിനിമം 2 ലൈറ്റ് റേസ് വേണം. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് അവർ പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ. നമ്മൾ F1 മാർക്ക് ചെയ്യും, ദെൻ 2F1 മാർക്ക് ചെയ്യും, ഇവിടെ F2 മാർക്ക് ചെയ്യും, F2 then 2F2. നിങ്ങൾ മെഷർമെന്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ 6 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് കാണിക്കണ്ട, നമ്മൾ ലൈറ്റ് റേസ് പാരലൽ ലൈറ്റ് റേസ് മാത്രം കാണിച്ചാൽ മതി. സെക്കൻഡ് കണ്ടീഷൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2F1. ഓക്കെ ആണല്ലോ. നമ്മൾ മിററിൽ പഠിച്ചത്, കോൺകേവ് മിററിൽ പഠിച്ചത് ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി, ഇവിടെ ബിയോണ്ട് 2F1. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1. ഓക്കെ. അപ്പൊ അടുത്തത് എവിടെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഒബ്ജക്റ്റ് അറ്റ് 2F1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് അറ്റ് 2F1. ദെൻ നെക്സ്റ്റ് വൺ ബിറ്റ്വീൻ F1 and 2F1 അല്ലെ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 and 2F1. ദെൻ നെക്സ്റ്റ് വൺ എവിടെയായിരിക്കും, ഒബ്ജക്റ്റ് അറ്റ് F1 അല്ലെ, ഒബ്ജക്റ്റ് അറ്റ് F1. ഒബ്ജക്റ്റ് അറ്റ് F1. ലാസ്റ്റ് വൺ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 and O. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 and O. വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞ സെയിം ട്രിക്ക്, മിററിൽ പറഞ്ഞ സെയിം ട്രിക്ക് ലാസ്റ്റ് വൺ നമ്മൾ അവിടെ മാറ്റി വെക്കും, നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യും. 1ന്റെ ആൻസർ 5 ആണ്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ആൻസർ പറയുമ്പോൾ നമുക്കിപ്പം സെയിം സൈഡിലല്ലോ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് 2F1 ഫോം ചെയ്യാം. അടുത്ത സൈഡിലായതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് ഇമേജ് F2 പറയുന്ന ക്ലിയർ ആയോ? 1ന്റെ ആൻസർ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ F1 എന്നുള്ളത് F2 ആക്കണം. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് F2. ഓക്കെ ആണല്ലോ. ഇനി ഒബ്ജക്റ്റ് അറ്റ് F1 ആണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. സിമ്പിൾ അല്ലേ. 1ന്റെ ആൻസർ 5, 5ന്റെ ആൻസർ 1. ഓക്കെ ആണല്ലോ. ഇനി 2ന്റെ ആൻസർ 4. അതായത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1 ആണെങ്കിൽ ഇമേജ് F1 and 2F1 അല്ല, F2 and 2F2 ഓപ്പോസിറ്റ് സൈഡിലല്ലേ. അപ്പം F2 and 2F2. 4ന്റെ ആൻസർ 2. അതായത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 and 2F1 ആണെങ്കിൽ ഇമേജ് ബിയോണ്ട് 2F1 അല്ല, ബിയോണ്ട് 2F2. അറ്റ് 2F1 ആണെങ്കിൽ സെയിം ആൻസർ എന്ന് പറഞ്ഞാൽ 3ന്റെ ആൻസർ 3 തന്നെ. അതായത് അറ്റ് 2F1 ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യുക അറ്റ് 2F2 ഓക്കെ ആണല്ലോ. ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഇനി നമ്മൾ ലാസ്റ്റത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാം അതെന്താണ്, അതാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പൊ ഈ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ, ഇൻവേർട്ടഡ്. അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് മിററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. റേ ഡയഗ്രത്തിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് റേ ഡയഗ്രം വരക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എളുപ്പത്തിൽ എങ്ങനെയാണ് വരക്കേണ്ടത്. ആ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. നമുക്ക് ഓൾറെഡി നമുക്ക് ആൻസർ അറിയാം. ഒബ്ജക്റ്റ് എവിടെ വെച്ചാൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നുള്ള ആൻസർ നമുക്കറിയാം. അതുകൊണ്ട് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. കോൺവെക്സ് ലെൻസ് വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ, F1, 2F1, F2, 2F2. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്റ്റിനെ കാണിക്കേണ്ട ആവശ്യമില്ല, ലൈറ്റ് റേസ് മാത്രം കാണിച്ചാൽ മതി. ലൈറ്റ് റേസ് വിച്ച് ആർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് ത്രൂ
focus on the other side. Okay ആണല്ലോ. Consider one more light ray after refraction goes through focus. So here you get a real image. So position of image. മക്കളെ ഏറോ മാർക്ക് ഇടാൻ മറന്നു പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് F2. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് റിയൽ, ഇൻവേർട്ടഡ്, പോയിന്റ് സൈസിൽ ഓർ ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഒബ്ജക്റ്റ് ബിയോണ്ട് 2f1. ഒബ്ജക്റ്റ് ബിയോണ്ട് 2f1. ഓക്കെ ആണല്ലോ. എവിടെയാണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്? ബിറ്റ്വീൻ F2 ആൻഡ് 2f2. മൈൻഡിൽ അത് വരണേ. F1 2f1, F2 2f2. So beyond 2f1 ആണ്. This is our object. Light rays parallel to principal axis. Object നാണ് light rays പാസ് ചെയ്യേണ്ടത്. After refraction goes through focus. നമുക്ക് ഏത് കണ്ടീഷൻ യൂസ് ചെയ്യാം? ഫോക്കസിലേക്ക് കൂടി പോകുന്നത് വരക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി പോകുന്നത് വരക്കാം. ഏതെങ്കിലും ഞാനിപ്പോൾ ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ കാണിക്കുന്നു. There is no deviation for the light ray which goes through optic center. ഓക്കെ ആണല്ലോ. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ ഇമേജ്. റിഫ്രാക്ഷന് ശേഷമുള്ള ലൈറ്റ് റേസ് ഇതും മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇമേജ് ഉണ്ടാവും. എവിടെയാ? ബിറ്റ്വീൻ F2 ആൻഡ് 2f2. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സോ പൊസിഷൻ ഓഫ് ഇമേജ് ബിറ്റ്വീൻ F2 ആൻഡ് 2f2. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ്? റിയൽ, ഇൻവേർട്ടഡ്. സൈസ് നമുക്ക് നോക്കുമ്പോൾ കാണല്ലോ, ഇതല്ലേ ഒബ്ജക്റ്റ് വലുതല്ലേ, ഇമേജ് ചെറുതല്ലേ. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. വളരെ എളുപ്പമല്ലേ? ഒബ്ജക്റ്റ് അറ്റ് 2f1. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റ് അറ്റ് 2f1. ഓക്കെ. ഒപ്റ്റിക് സെന്റർ F1 2f1, F2 2f2. Object is at 2f1. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോയി. ഓക്കെ ആണല്ലോ. നമുക്കിവിടെ 2f1ലാണ് ഇമേജ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മീറ്റ് ചെയ്യിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ ഹിയർ വി ഗെറ്റ് ഇമേജ് അറ്റ് 2f2. വളരെ സിമ്പിൾ അല്ലേ? എറോ മാർക്ക് ഇടണേ. സോ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് 2f2. ഞാൻ ഫുൾ എഴുതുന്നില്ല, നിങ്ങൾ പൊസിഷൻ ഓഫ് ഇമേജും പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എന്നൊക്കെ എഴുതണേ. ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ്. മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കും ഇവിടെ. Then fourth one, object between F1 and 2f1. Image formed is beyond 2f2. Okay ആണല്ലോ. Optic center F1 2f1, F2 2f2. Between F1 and 2f1 പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ F2ലേക്ക് കൂടി പോകും. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് കിട്ടേണ്ട ഇമേജ് ബിയോണ്ട് 2f2 ആയിരിക്കും. സോ ഹിയർ വി ഗെറ്റ് അവർ ഇമേജ് ബിയോണ്ട് 2f2. ഓക്കെ ആണല്ലോ. പൊസിഷൻ ഓഫ് ഇമേജ് ബിയോണ്ട് 2f2. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? പറയൂ. റിയൽ, ഇൻവേർട്ടഡ്, മാഗ്നിഫൈഡ് അല്ലേ? എൻലാർജ്ഡ് ഓർ മാഗ്നിഫൈഡ്. ഓക്കെ ആണല്ലോ. ദെൻ ഫിഫ്ത്ത് വൺ,
object at f1. Object at f1. Obviously നമ്മുടെ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, ഒപ്റ്റിക് സെൻറ്റർ f1 to f1, f2 to f2. പ്രിൻസിപ്പൽ ആക്സ് ഒബ്ജക്റ്റ് അറ്റ് f1 ആണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഇനി ഇവിടുന്ന് ഫോക്കസിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ രണ്ടും പാരലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ രണ്ട് ലൈറ്റ് റേസും പാരലായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് പുറകോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് മീറ്റ് ചെയ്യാൻ പാടില്ല, പാരലായിരിക്കും. സോ അറ്റ് ഇൻഫിനിറ്റി ദ ഒബ്ജക്റ്റ് യു മേ ഗെറ്റ് ആൻ ഇമേജ്. ഇൻഫിനിറ്റിയിൽ നിങ്ങൾക്ക് ഇമേജ് കിട്ടാം. ഓക്കെ ആണല്ലോ, ആക്ച്വലി നോ ഇമേജ് ആണ്. ഇൻഫിനിറ്റിയിൽ നിങ്ങൾക്ക് ഇമേജ് കിട്ടാം. If you get an image at infinity, that will be highly magnified, real inverted. So image at infinity, image at infinity, that image would be real, inverted and highly magnified. Real, inverted and highly magnified. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ മക്കളെ. ഇനി നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ, അതിലാണ് നമുക്ക് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 6th one, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f1 and o. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f1 and o. സെൻറ്റർ f1 to f1, f2 to f2. f1 and o പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഓക്കെ ആണല്ലോ. ഇവിടെ ലൈറ്റ് റേസ് പാരലാകാൻ പാടില്ല, നോൺ പാരലായിരിക്കണം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, കണ്ടോ, പാരലാകാൻ പാടില്ല. സോ വെൻ യു എക്സ്റ്റെൻഡ് ദീസ് ലൈറ്റ് റേസ് ബാക്ക്വേർഡ്സ് യു ഗെറ്റ് എ വെർച്വൽ ഇമേജ് ഹിയർ, virtual image on the same side, and that will be magnified. Okay analo. So position of image on the same side, on the same side of lens, and that is virtual, erect and magnified. Virtual, erect and magnified. വളരെ എളുപ്പത്തിൽ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ്. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമാണ്. നമുക്ക് രണ്ട് റേ ഡയഗ്രാംസ് മാത്രമേ പഠിക്കാനുള്ളൂ, കാരണം വെർച്വൽ ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അവർ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. Object at infinity. Object at infinity. This is our concave lens. Principal axis, optic center f1 to f1, f2 to f2. Principal axis in parallel light rays. After refraction diverges. When you extend these light rays, it passes through focus. Similarly, consider one more light ray. After refraction diverges. When you extend these light rays, it goes through focus. So here you get a virtual image. Virtual image. So position of image at f1. At f1. ലെൻസിന്റെ കേസിൽ, കോൺവെക്സ് ലെൻസിന്റെ കേസിൽ at f2 ആയിരുന്നു. ഇവിടെ സെയിം സൈഡിലായിരിക്കും, at f1. ഓക്കെ ആണല്ലോ, സെയിം സൈഡ്, on the same side, and the image is virtual, erect as well as point sized or highly diminished or point sized. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ. സെക്കൻഡ് വൺ, object between infinity and optic center.
ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. ഇവിടെ നമുക്ക് എവിടെയും ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. അങ്ങനെ 2f1 അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം. f1 2f1 f2 2f2 ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നു ഒബ്ജക്റ്റിനെ? പ്രിൻസിപ്പൽ ആക്സിൻ്റെ പാരലായിട്ടുള്ള ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജസ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫോക്കസിലേക്ക് കൂടി പോകും. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേനെ മാത്രം കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്കൊരു വെർച്വൽ ഇമേജ് കിട്ടും ഓൺ ദ സെയിം സൈഡ്. സിമ്പിൾ അല്ലേ? ഇവിടെയാണ് നമ്മുടെ വെർച്വൽ ഇമേജിൻ്റെ പോയിന്റ്. Then position of image on the same side. ഈ പോയിന്റ് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന് എടുക്കുന്ന ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഓൺ ദ സെയിം സൈഡ് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഓൺ ദി സെയിം സൈഡ്. ദെൻ പ്രോപ്പർട്ടീസ് വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ്. ചെറുതല്ലേ? ഡിമിനിഷ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ റേ ഡയഗ്രാം വളരെ എളുപ്പത്തിൽ നമ്മൾ ഫുൾ റേ ഡയഗ്രാംസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലെൻസ് ഫോർമുല. മിറർ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. മിറർ ഫോർമുല 1/f = 1/v + 1/u ആണല്ലോ. ഇവിടെ അത് മൈനസ് വരും, അത്രേ വ്യത്യാസമുള്ളൂ. സോ ലെൻസ് ഫോർമുല ഈസ് 1/f = 1/v - 1/u. 1/f = 1/v - 1/u. പ്രോബ്ലംസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? 1/f = 1/v - 1/u. മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്. മാഗ്നിഫിക്കേഷൻ m = h'/h. മാഗ്നിഫിക്കേഷൻ = h'/h or v/u. ഓക്കെ ആണല്ലോ? v/u. നമ്മൾ മിററിന്റെ കേസിൽ -v/u ആണ്, ലെൻസിന്റെ കേസിൽ +v/u. വെറും v/u മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി സൈൻ കൺവെൻഷൻ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് ഈ സൈൻ കൺവെൻഷൻ ആവശ്യമായിട്ട് വരിക. നമ്മുടെ ലെൻസ് ഫോർമുല മിറർ ഫോർമുല ഏതിലായാലും നമുക്ക് സൈൻ കൺവെൻഷൻ വേണം. ഓക്കെ ആണല്ലോ? 1/f = 1/v + 1/u ആണ് നമ്മുടെ മിറർ ഫോർമുല. ഓക്കെ, 1/f = 1/v - 1/u ആണ് ലെൻസ് ഫോർമുല. രണ്ടിലും നമുക്ക് നമ്മുടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം. ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് മിററും ലെൻസും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സൈൻ കൺവെൻഷൻ ജസ്റ്റ് ഞാനൊരു ഐഡിയ പറയാം, അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇത് ലെൻസിന്റെ കേസ്. ലെൻസിൽ ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ഒപ്റ്റിക് സെന്റർ. അത് ഒപ്റ്റിക് സെന്റർ എന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒപ്റ്റിക് സെന്റർ ആണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് പോവാം, ഒപ്റ്റിക് സെന്റർ റൈറ്റിലേക്ക് പോവാം. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെ സൈൻ മൊത്തം പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ സൈന് നെഗറ്റീവ് ആയിരിക്കും. ഒപ്റ്റിക് സെന്ററിന്റെ റൈറ്റിലേക്ക് പോകുമ്പം സൈൻ പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വരുമ്പം സൈൻ നെഗറ്റീവ്. മുകളിലേക്ക് പോകുമ്പോൾ സൈൻ പോസിറ്റീവ്, താഴേക്ക് വരുമ്പോൾ സൈൻ നെഗറ്റീവ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ബാക്കിയുള്ള കാര്യം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുക ലെഫ്റ്റ് സൈഡിലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി മാഗ്നിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു v/u ആണ് ലെൻസിൽ. ഇത് ലെൻസിലാണ് അല്ലേ? മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -v/u ആണ് മിററിൽ. ഓക്കെ ആണല്ലോ? ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. മാഗ്നിഫിക്കേഷനിൽ പ്ലസ് സൈൻ വന്നാൽ, പോസിറ്റീവ് വന്നാൽ, മാഗ്നിഫിക്കേഷനിൽ പോസിറ്റീവ് സൈൻ വന്നാൽ വിച്ച് മീൻസ് ഇമേജ് ഈസ് വെർച്വൽ. ശ്രദ്ധിക്കണേ, മാഗ്നിഫിക്കേഷനിൽ പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇമേജ് വെർച്വൽ ആയിരിക്കും. ആൻഡ് മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാഗ്നിഫിക്കേഷനിൽ പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇമേജ് വെർച്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ?
ദെൻ റിയൽ ഇമേജസ് എല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ, റിയൽ ഇമേജസ് ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ, അപ്പോൾ സൈൻ നെഗറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജസ് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ വെർച്വൽ ഇമേജസ് എല്ലാം ഇറക്റ്റ് ആയിരിക്കുമല്ലോ, ഇറക്റ്റ് ആയതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ മക്കളെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് എ ലെൻസ്, പവർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പവർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ് ആണ്. മീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോക്കൽ ലെങ്ത് എടുക്കുമ്പോൾ എപ്പോഴും മീറ്ററിൽ എടുക്കുക, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, കാൽക്കുലേറ്റ് ദി പവർ ഓഫ് എ ലെൻസ് ഹാവിംഗ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഹാവിംഗ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10/100 മീറ്റർ ആണല്ലോ. ഒരു 0 കട്ടായി 1/10 എന്ന് പറഞ്ഞാൽ 0.1 മീറ്റർ. So power is equal to 1/f in meters, which is equal to 1/0.1. What is 1/0.1? 1/0.1 means 10/1, right? Which is equal to 10. Power in the unit diopter. So 10D. Unit of power is diopter. Unit of power is diopter. ഓർമ്മിച്ച് നോക്കണേ മക്കളെ, ഇത് മെക്കാനിക്കൽ പവർ അല്ല, പവർ ഓഫ് ലെൻസ് ആണ്. മെക്കാനിക്കൽ പവറിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണല്ലോ, വാട്ട് അല്ലേ. ഇത് ലെൻസിന്റെ പവർ ആണ്, യൂണിറ്റ് ഡയോപ്റ്റർ, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഡി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും ആൻഡ് കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു കൺക്ലൂഡ് ചെയ്യേണ്ട ഐഡിയ എന്ന് വെച്ചാൽ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, ലെൻസിന്റെ കേസിൽ പവർ ഫോക്കൽ ലെങ്ത് എടുക്കുമ്പോൾ പ്ലസ് എടുക്കണം, സൈൻ കൺവെൻഷനിൽ പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ. കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് എടുക്കുക. കാരണം നിങ്ങൾക്കറിയാലോ, പവർ എന്ന് പറഞ്ഞാൽ എന്താ, 1/f ഇൻ മീറ്റർ അല്ലേ. അതിപ്പോൾ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിന്റെ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ. കോൺകേവിന്റെ ആണെങ്കിലോ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കൊടുക്കുക, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് കൊടുക്കുക. സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 10th CBSE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ ഈ 10th എല്ലാ ചാപ്റ്റേഴ്സും, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഈ വർഷം അടുത്തൊരു മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.